A very good afternoon and welcome to the MTH and BTech ceremony 2026. സങ്കീർത്തനം 46:8 പറയുന്നു, വരുവിൻ കർത്താവിന്റെ പ്രവൃത്തികൾ കാണുക. അതെ, ഈ ദിവസം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ സുദിനമാണ്. 2023 ഓഗസ്റ്റ് 19 മാർ സ്റ്റീഫൻ ചെറുപ്പുഴ പിതാവിന്റെ അനുഗ്രഹാശിസുകളോടെ തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച MTH BTH കോഴ്സിന്റെ 34 ദൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെ കോൺവക്കേഷൻ സെറമണിയാണ് ഇന്ന്. റവറൻഡ് ഫാദർ ടോം മോളിക്കരേറ്റ് അച്ഛൻ ആൽഫ ഡയറക്ടർ ആയിരിക്കുമ്പോഴാണ് ഈ ബാച്ച് തുടങ്ങിയത്. പ്രഗത്ഭ ദൈവശാസ്ത്ര പണ്ഡിതന്മാരുടെ കീഴിൽ ദൈവശാസ്ത്രപരവും മതപരവുമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന അന്താരാഷ്ട്ര പഠന കേന്ദ്രമാണ് ആൽഫ. ഇന്ന് സ്വിസിൽ നിന്ന് 14 അൽമായരും ജർമ്മനി, ഓസ്ട്രിയ, റോം ഇവിടങ്ങളിൽ നിന്ന് 20 സന്യസ്തരും ഗ്രാജുവേറ്റ് ചെയ്യുന്നു. ദൈവശാസ്ത്രം എല്ലാ സഭാമക്കൾക്കും പഠിക്കാൻ 2006 സ്ഥാപിതമായ ആൽഫ സ്ഥാപനത്തിന് നന്ദി പറയുന്നു. ഇത്രയും അനുഗ്രഹിച്ചോടി നിൽക്കുന്ന സഭയുടെ മഹത്വം വിവിധ വിഷയങ്ങൾ പഠിക്കുന്നതിലൂടെ കുറച്ചൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. സ്റ്റീഫൻ പിതാവിന്റെ വാക്കുകൾ കടമ എടുത്താൽ കുറച്ചൊക്കെ ടേസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ സെറിമണിക്ക് സ്വിറ്റ്സർലൻഡിൽ ആതിഥ്യം നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇന്ന് സഭയുടെ ഒരു പതിപ്പ് തന്നെ സമീപിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ സെറിമണി അനുഗ്രഹപ്രദമാക്കാൻ സർവേശ്വരനോട് അനുഗ്രഹം യാചിച്ചുകൊണ്ട് സിസ്റ്റർ അലീന, സിസ്റ്റർ ജെയ്സി ആൻഡ് സിസ്റ്റർ ജോർജിസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാ ഗണത്തിനായി എഴുന്നേറ്റ് നിൽക്കാം.
മതബോധനത്തിന്റെ പ്രധാന അധ്യാപകനും ഇന്നത്തെ കോൺവെന്റുമായ മിസ്റ്റർ ജോസ് എടശ്ശേരിയെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിവന്യ ജോസഫ് പാമ്പ്ലാനി പിതാവേ, അഭിവന്യ സ്റ്റീഫൻ ചെറുപ്പൻ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികരെ, ആദരണീയരായ ശിഷ്യന്മാരെ, വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, കുടുംബാംഗങ്ങളെ, BTH MTH പഠിതാക്കളെ, ഗഹനമായതും സാധാരണക്കാർക്കും അൽമായർക്കും അപ്രാപ്യവുമായിരുന്ന ദൈവശാസ്ത്ര വിഷയങ്ങളെ കഴിയുന്നത്ര ലളിതവൽക്കരിച്ച് സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തലശ്ശേരി ആൽഫ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിൽ ബാച്ചിലർ ഓഫ് തിയോളജി, മാസ്റ്റർ ഓഫ് തിയോളജി എന്നീ പാഠ്യപദ്ധതികൾ വിജയപൂർവ്വം പൂർത്തീകരിച്ച് ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയവർക്ക് അവരുടെ ഗ്രാജുവേഷൻ ചടങ്ങിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. 33 BTH ബിരുദവും 1 MTH ബിരുദവും ഇന്നിവിടെ നൽകപ്പെടുന്നു. 3 വർഷം കൊണ്ട് 6 സെമസ്റ്ററുകളിലായി 24 ദൈവശാസ്ത്ര വിഷയങ്ങൾ പഠിച്ച് അതിൽ പ്രാവീണ്യം നേടി ബിരുദം കരസ്ഥമാക്കിയവരാണ് BTHകാർ. 2 വർഷം കൊണ്ട് 4 സെമസ്റ്ററുകളിലായി 24 ദൈവശാസ്ത്ര വിഷയങ്ങളിൽ ആഴമായ അവഗാഹം നേടി ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയവരാണ് MTHകാർ. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. കേവലം ഒരു ബിരുദത്തെക്കാൾ ഉപരി ഈ പഠനം നമ്മളെ ബുദ്ധിപരമായി കൂടുതൽ വ്യക്തതയുള്ളവരും വിശ്വാസത്തിൽ കൂടുതൽ ആഴമുള്ളവരും ബോധ്യങ്ങളിൽ യുക്തിബദ്ധതയുള്ളവരും ക്രിസ്തുവിന്റെ ഭൗതിക ശരീരമായ സഭയോട് കൂടുതൽ പ്രതിബദ്ധതയുള്ളവരും സഭയ്ക്കെതിരായുണ്ടാകുന്ന അതിക്രമങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രാപ്തമാക്കി തീർത്തിട്ടുണ്ട് എന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. മത്തായി 5:13 ഈശോ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉറകെട്ടുപോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും? ഇന്നത്തെ ഈ ആധുനിക സാഹചര്യത്തിൽ പെട്ട് നമ്മളാകുന്ന ഉപ്പിന്റെ ഉറ സാവകാശത്തിൽ മങ്ങിപ്പോയിട്ടുണ്ടാകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളാകുന്ന ഉപ്പിന്റെ പ്രഭ മങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ മത്തായി 5:14 പറയുന്നത് പോലെ നാം ലോകത്തിന്റെ പ്രകാശമായി മാറാൻ ഈ ദൈവശാസ്ത്ര പഠനം നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഈ കോൺവൊക്കേഷൻ സെറമണിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായി ഭാരിച്ച ഉത്തരവാദിത്തങ്ങളും ജോലിത്തിരക്കും ഉണ്ടായിരുന്നിട്ടും നമ്മളെ സന്ദർശിച്ച് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ഈ ബിരുദദാന ചടങ്ങിൽ സംബന്ധിക്കുവാനും സമയം കണ്ടെത്തിയ അഭിവന്ധ്യ തലശ്ശേരി അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പാമ്പ്ലാനി പിതാവിന് BTH MTH പഠിതാക്കളുടെ പേരിലും ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഓരോരുത്തരുടെയും പേരിലും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലായി 175ഓളം സീറോ മലബാർ പ്രവാസി സമൂഹങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഏകദേശം 60,000-ഓളം വരുന്ന അജഗണത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായ ബഹുമാനപ്പെട്ട മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ ഊഷ്മളമായ സ്വാഗതം ആശംസിക്കുന്നു. 2023 ആഗസ്റ്റ് 19 സ്വിറ്റ്സർലൻഡിലെ പുതിയ BTH ബാച്ച് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സ്റ്റീഫൻ പിതാവാണ് എന്ന കാര്യം ഇവിടെ നന്ദിയോടെ സ്മരിക്കുന്നു. ആൽഫ ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിന്റെ പ്രസിഡന്റും പ്രമുഖ ദൈവശാസ്ത്ര പണ്ഡിതനുമായ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവീൽ അച്ഛനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. ഈ ദൈവശാസ്ത്ര കോഴ്സിന്റെ തുടക്കം മുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ SES നാഷണൽ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട ഡോക്ടർ സെബാസ്റ്റ്യൻ തൈലച്ചനെ ഹൃദയപൂർവ്വം ഈ സെറിമണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
Reverend Father Stephen Kemmler is present on the stage, and he is gracing the occasion, and we are extending a very warm and hearty welcome to Reverend Father Stephen Kemmler, Father St. Antonius Kirche, Basel. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പള്ളിയോടിൽ അച്ഛൻ, അതുപോലെ ജോസ് പരിയാത്തറ അച്ഛൻ, നമ്മുടെ യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ ചാൻസലറായ ബഹുമാനപ്പെട്ട ക്ലെമന്റ് ചരേരത്ത് അച്ഛനെ ഈ ചടങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് പള്ളിയോടിൽ അച്ഛൻ, ജോസ് പരിയാത്തറ അച്ഛൻ എന്നീ അച്ഛന്മാരെ ഈ ചടങ്ങിലേക്ക് ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട പള്ളിയോടി അച്ഛൻ ഇതിൽ ഇന്നത്തെ MTH ആൻഡ് BTH രണ്ടുപേരെ മെമ്പറാണ്. പ്രത്യേകം അച്ഛന് ഞങ്ങളുടെ ഓരോരുത്തരെയും പ്രത്യേകം ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു, സ്വാഗതം ആശംസിക്കുന്നു. ജർമ്മനി, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നും വിവിധ സഭകളിൽപ്പെട്ട 39 സിസ്റ്റർമാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരിൽ 20 പേർ ഇന്ന് ബിരുദം സ്വീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സിസ്റ്റർമാരെ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ ഓരോരുത്തരെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വിവിധ മാധ്യമ പ്രതിനിധികൾ, ശബ്ദം നേടിയിരിക്കുന്ന ദിബു, ഗായക സംഘം, ഉള്ളാട്ടിൽ ഫാമിലി, വാളിപ്പിളാക്കൽ ഫാമിലി, അതുപോലെ പാരിഷ് കമ്മിറ്റി അംഗങ്ങൾ, മാർഗം കളി കലാപരിപാടികൾ അവതരിപ്പിക്കുന്നവർ എന്നിവരെയും ഈ യോഗത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ആരെങ്കിലും ഈ അബദ്ധവശാൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവരെയും സർവേശ്വരൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഈശ്വരശൈലി സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ജോസഫ്. അടുത്തതായി നമ്മൾ ഈ പരിപാടിയിലെ മെയിൻ ഫംഗ്ഷനായ ലൈറ്റിംഗ് ഓഫ് ദ ലാമ്പാണ്. നമുക്ക് എല്ലാവർക്കും സ്റ്റാൻഡപ്പ് ആകാം. ഹിസ് എക്സലൻസ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി പിതാവിനെ I cordially invite to light the lamp. സ്വിറ്റ്സർലൻഡ് ഉൾപ്പെടെയുള്ള 23 രാജ്യങ്ങളിൽ ആധ്യാത്മിക സേവനം അനുഷ്ഠിക്കുന്ന മാർ സ്റ്റീഫൻ തെർപ്പൻ പിതാവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. Good afternoon. Yes, Your Grace, Archbishop Joseph Pamplani, the Chancellor of Alpha Institute of Theology, Father Dr. Philip Kavil, the President of Alpha Institute of Theology, Father Stephen Kemmler, and Father Dr.
Sebastian Thail, my dear convocants, and my dear fathers, sisters, and my dear family members of these convocants. You must be knowing how much happy I would be here, to stand here and to see my children getting graduated and post-graduated in theology. അല്ലേ, ശരിയല്ലേ? വളരെ സന്തോഷം. And I congratulate you, especially the sisters, and also sisters from, different congregation, from Austria, from Switzerland, no, from Germany, from Rome even, charity sisters. I'm very happy to congratulate you, not only by getting this doctorate here, but for having completed the course. That's very important. അതിന് ഞാൻ വളരെ വളരെ സന്തോഷിക്കുന്നു. വാസ്തവം പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും എത്രയോ ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇവിടെയുള്ള ആത്മായ നേതാക്കൾ എത്രമാത്രം, അതാണ് എനിക്ക് എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നത്. നിങ്ങൾ എന്തുമാത്രം പ്രയത്നം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാകും ഇങ്ങനെയൊരു കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ, ഇതിന് സമയം കൊടുക്കാനായിട്ട്, സമയം കണ്ടെത്താനായിട്ട്. For that, a special congratulations to you, all the 34, especially Philomena, who is a postgraduate. No? Yes. ഞാൻ ഈ കോഴ്സ് തുടങ്ങാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അത് ആദ്യം റോമിലാണ് 2019. അന്ന് ടോമച്ചനാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് തുടങ്ങാം. അവിടെ തുടങ്ങി. അത് 2023 അവസാനിച്ചു. അവിടെ 55 പേരാണ്. അത്രയും ദാഹം നിങ്ങൾക്ക് അങ്ങോട്ട് കാണുന്നില്ല എന്നുള്ളത്. അതും ഒരു റോമാക്കാരെയൊക്കെ തന്നിട്ടാണ് ഇത്രയും തികച്ചത്. ഒത്തിരി ദാഹക്കുറവുണ്ട്, ക്ഷീണമുണ്ട്. അപ്പോ അതെനിക്ക് വളരെ ഒരു അപ്പൊ ഇത് കൊടുക്കാൻ പറ്റുന്ന ആളാരാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, ഞാൻ അപ്പോഴാണ് അവിടെ എന്നോട് ആദ്യം അവരാണ് പറഞ്ഞത് റോമിൽ വെച്ചിട്ടാണ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് നിങ്ങൾ. ഓൾറെഡി ഇപ്പോൾ അയർലൻഡില് നദർ ഗ്രൂപ്പ് ഫാദർ ക്ലെമന്റ് അവിടെ ആയിരിക്കുമ്പോൾ മറ്റുമാണ്. അവിടെ ഒരു ക്ലെമന്റ് അവിടെ തീർന്നു കഴിഞ്ഞു. അവർക്ക് കോൺവൊക്കേഷൻ നടത്തി കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ ഈ 3 സ്ഥലങ്ങളിൽ നടത്താനായിട്ട് എന്തുകൊണ്ട് എനിക്കൊരു പ്രചോദനം കിട്ടി എന്ന് ചോദിച്ചാൽ, എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ആഗ്രഹം ഈ സാധാരണ ആളുകൾക്ക്, എനിക്ക് തോന്നിയത് അത് പാമ്പ്ലാനി പിതാവ് പറഞ്ഞു, സാധാരണ ആളുകളെ ഈ തിയോളജി, ദൈവശാസ്ത്രം പഠിപ്പിക്കുക എന്ന് വലിയമറ്റം പിതാവ് അദ്ദേഹത്തോട് പറഞ്ഞ ആ കാര്യം തന്നെയാണ് എനിക്കും ഇവിടെ വന്നപ്പോൾ തോന്നിയത്. അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുക്കാനും ഇതുപോലെ തന്നെ ഇത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട്. ഞാൻ ഓർക്കുക, പണ്ട് ഞാൻ ഈ ഇരിഞ്ഞാലക്കുട പഠനം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ എന്നോടും പറഞ്ഞതാണ് അവിടുത്തെ ഇദ്ദേഹമല്ല, എന്നോട് ആർച്ച് ബിഷപ്പല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ടൊബീനോ എന്ന് പറഞ്ഞ സിനിമാ നടൻ അറിയുമോ? അവൻ്റെ അപ്പൻ ഒരു അഡ്വക്കേറ്റാണ്. എന്നോട് പറഞ്ഞു, പുള്ളി ഞാനായിട്ട് വളരെ അടുപ്പം, ഞങ്ങൾ പാസ്റ്റൽ കൗൺസിലൊക്കെ ഒരുമിച്ചു. എന്നോട് പറഞ്ഞ കോഴ്സ് ഒന്ന് നടത്താൻ, ഇങ്ങനത്തെ ഒരു കോഴ്സ്, ദൈവശാസ്ത്ര കോഴ്സ് നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അത് ഞാനിങ്ങനെ, അപ്പം ഞാൻ അന്ന് തുടങ്ങിയപ്പോൾ ഞാൻ എവിടെ നിൽക്കേണ്ടതായിരുന്നു. ഞാനിപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് തിയോളജി ചാൻസലറൊക്കെ ആയിട്ട് നിൽക്കുക. അന്ന് ഞാനത് ഏറ്റെടുത്താൽ മതിയായിരുന്നു. എനിക്ക് ഒരു കാര്യം പറയാം, ഞാൻ ഇതിൻ്റെ നമ്മളൊരു കൂട്ടരിൽ കാര്യം ഏൽപ്പിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുക. ഒന്ന്, whether he has or that institute has the capacity to grant that degree. And number 2, does that institute have the credibility? ഇത് 2 വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തിരിഞ്ഞു നോക്കിയപ്പോൾ എനിക്കറിയാം, റോമിൽ നിന്ന് അംഗീകാരമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇപ്പം ഞാൻ പിതാവിൽ നിന്നും കേട്ടു, ഈ ദിവസങ്ങളിൽ കണ്ണൂർ സർവകലാശാലയും ഒപ്പം ശ്രീനാരായണ
സർവകലാശാല ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഈ ഡിഗ്രി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വെറുതെ ചില്ലറക്കാരല്ല എന്ന് ഞാൻ പറയുകയാണ്, മനസ്സിലായോ? അപ്പൊ ആ ക്രെഡിബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇവരെ സമീപിച്ചു. നിങ്ങൾക്കറിയാം, ആ കാലഘട്ടത്തില് നാട്ടിലുള്ള വേറെ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എന്നെ സമീപിച്ചിരുന്നു, ഞങ്ങളുടെ കുട്ടികളെ. എന്നിട്ട് അത് പിതാവിനൊക്കെ അറിയാം കൂടുതൽ അതിൻ്റെ ഒരു നമുക്ക് വേറെ 2 പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇത് പല കാരണങ്ങൾക്കുണ്ട്. 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്നെ സമീപിച്ചു, അവർ ലെറ്റർ എഴുതിയായിരുന്നു. പക്ഷെ ഞാൻ ഐ ഓപ്റ്റഡ് ഫോർ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിക്കും. ഇന്ന് ദൈവശാസ്ത്ര വിചിന്തനങ്ങൾ കൊടുക്കാനും മനസ്സിലായി, അതുപോലെ തന്നെ അതിൻ്റെ ദൈവശാസ്ത്ര നുവാൻസസ് കണ്ടെത്താനും നമ്മുടെ സീറോ മലബാർ സിനഡിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ള തലയാണ് നമ്മുടെ പാമ്പളാൻ പിതാവ്. ഇത് കൈയടിച്ച് ഞാൻ പറയും, ഞാൻ നമ്മുടെ സീറോ മലബാർ സിനഡിലെ ഗുരുവായൂർ കേശവനാണ്. ഗുരുവായൂർ കേശവൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒറ്റ ആന അതുപോലെ അത്രയും തലയെടുപ്പുള്ള ആനയായിരുന്നു പറയുന്നത്. അപ്പൊ അതുപോലെ അത് ശരീരത്തിന്റെ പൂർവ്വം കൊണ്ടല്ലേ വിചിന്തനങ്ങളുടെ വലുപ്പം കൊണ്ടും അതിൻ്റെ ആഴം കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ, ഞാനത് വളരെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ സമീപിക്കാൻ കാരണം വന്നത്. ഇനി നമ്മൾ എന്താണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാർക്ക് കൊടുക്കുന്ന ദൈവശാസ്ത്രമാണ്. സാധാരണക്കാര് ഞങ്ങൾ സെമിനാരിയിൽ പഠിക്കുന്ന ദൈവശാസ്ത്രം അത് കുറച്ചും കൂടിയൊക്കെ ഒരു എളുപ്പതരമാക്കിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. ഞാൻ ഒറ്റ കാര്യം ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ VNIയിൽ കാർഡിനൽ ഷേൺബോൺ ഉണ്ട്. യു മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് ഫ്രം നെയിം യു മസ്റ്റ് ഹാവ് നോൺ ദ കാർഡിനൽ. ഹി ഈസ് ഓൾറെഡി റിട്ടയർഡ്. അദ്ദേഹമാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന് പറയുന്ന, നിങ്ങളൊക്കെ ഇപ്പൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതിൻ്റെ ഡയറക്ടർ അദ്ദേഹമായിരുന്നു. അതിൻ്റെ അന്ന് പോപ്പ് ബെനഡിക്റ്റ് XVI ആണ് അദ്ദേഹത്തെ അത് ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. അന്ന് അദ്ദേഹം കോൺഗ്രിഗേഷൻ ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്തിന്റെ ആളായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഏൽപ്പിച്ചിട്ട് അപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അന്ന് ക്ലെമന്റ് അച്ഛൻ എൻ്റെ കൂടെയുണ്ട്. ഇല്ലേ അച്ഛാ? ക്ലെമന്റ് അച്ഛനുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഈ മുസ്ലിംസിനൊക്കെ അവരുടെ ദൈവശാസ്ത്രമൊക്കെ അവർക്ക് 5 പില്ലേഴ്സ് ആണെന്ന് പറയുന്നത്, നമുക്കങ്ങനെ ക്ലിയർ കട്ടായിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ട്. അപ്പൊ പറഞ്ഞു, ആ ഒരു ചിന്ത വെച്ചുകൊണ്ടാണ് നമ്മൾ കാത്തലിക്സ് ഓഫ് ദ കാത്തലിക് ചർച്ച് വിഭാവനം ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ഹാവ് 4 പില്ലേഴ്സ്. അദ്ദേഹം പറഞ്ഞു 4 പില്ലേഴ്സ്. ആ 4 പില്ലേഴ്സ് ആണ് ലെക്സ് ഒറാന്തി, ലെക്സ് ക്രെദേന്തി, ലെക്സ് ചെലബ്രാന്തി, ലെക്സ് ബിബേന്തി. ഒന്നും മനസ്സിലായിട്ടില്ല, സാരമില്ല, ലത്തിൻ കുറച്ചും കൂടി പഠിക്കാം. ഇത്രയേ ഉള്ളൂ. ഹൗ ടു പ്രേ അവർ ഫെയ്ത്ത്. 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞു. അപ്പൊ 4 ഭാഗങ്ങളായിട്ടാണ് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ചിനെ ഇത് ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? അപ്പൊ അതിന് ഹൗ ടു പ്രേ അവർ ഫെയ്ത്ത്, ഹൗ ടു പ്രൊക്ലെയിം അവർ ഫെയ്ത്ത്, ഹൗ ടു സെലിബ്രേറ്റ് അവർ ഫെയ്ത്ത്, ഹൗ ടു ലീവ് അവർ ഫെയ്ത്ത്. ഇത്രയേ ഉള്ളൂ. പ്രാർത്ഥിക്കുന്ന വിശ്വാസം, പ്രഘോഷിക്കുന്ന വിശ്വാസം, ആഘോഷിക്കുന്ന വിശ്വാസം, ജീവിക്കുന്ന വിശ്വാസം. These are the 4 pillars upon which we have to build every church, everywhere, anywhere. അപ്പോ ഈ 4 ചർച്ചുകൾ, അപ്പോൾ നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഈ 4 പില്ലേഴ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യത്തെ പ്രാർത്ഥന അല്ലേ, പ്രാർത്ഥിക്കുന്ന വിശ്വാസം. നമ്മൾ നമ്മുടെ ശിവമലബാറാണെങ്കിൽ മുട്ടുകുത്തി സന്ധ്യക്ക് പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മൾ കുടുംബയോഗം വരുമ്പോൾ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആ സ്പിരിച്വാലിറ്റിയിൽ വരുന്നതാണ് നമ്മുടെ നോമ്പുകൾ. എത്ര നോമ്പുകളുണ്ട്? 5 നോമ്പുകളുണ്ട്. മൊത്തം എത്ര ദിവസങ്ങളുണ്ട്? 101 ദിവസമുണ്ട്. അപ്പോൾ വേറെ ഡയറ്റൊന്നും നോക്കേണ്ടത് നിങ്ങൾ 101 ദിവസം നോമ്പെടുത്താൽ തന്നെ ശരീരം റെഡിയാവും കേട്ടോ. ഇത് നിങ്ങൾ സ്വിറ്റ്സർലൻഡുകാർ കൂടിയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 നമ്മുടെ പ്രഘോഷിക്കുന്ന വിശ്വാസം നമ്മുടെ കാറ്റഗിസം ക്ലാസ് ആണ്.
മനസ്സിലായോ? അത് നമ്മുടെ വിശ്വാസം പകർന്നു കൊടുക്കും. മൂന്നാമത്തത് ആഘോഷിക്കുന്ന വിശ്വാസം. അത് കൂദാശകള്, പ്രത്യേകിച്ച് കുർബാന, ഒപ്പം കൂദാശ അനുഗ്രഹങ്ങളുടെ ആഘോഷങ്ങൾ. നാലാമത്തത് ജീവിക്കുന്ന വിശ്വാസം. രണ്ടെണ്ണുള്ളൂ, വളരെ എളുപ്പമാണ്. 2 കാര്യങ്ങളുള്ളൂ. 1 10 പ്രമാണങ്ങള്, 2 തിരുസഭയിലെ 5 എന്ത് എളുപ്പമായ, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതിങ്ങനെ നമ്മൾ ചുരുക്കി ഇത് നമ്മുടെ ആളുകൾക്ക് കൊടുക്കണമെന്ന് ഉണ്ട്. അപ്പൊ അത് കുറെ കൂടി മെച്ചപ്പെട്ട തരത്തിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഈ 4 കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഇത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ കാണുന്ന 4 കാര്യങ്ങളാണ്. പ്രാർത്ഥന, അപ്പസ്തോല പ്രബോധനം, അതിന് മുൻപ് പറഞ്ഞ അപ്പം മുറിക്കൽ, കൂട്ടായ്മ. ഈ 4 കാര്യങ്ങളാണ്. അപ്പൊ ഇത് വാസ്തവത്തിൽ എന്ന് പറഞ്ഞാല് ആദ്യം പരിശുദ്ധാത്മാവ് വന്നു അല്ലേ? ഈ പരിശുദ്ധാത്മാവ് ഈ 4 കൈവഴികളിലൂടെ പോകുന്നത് മനസ്സിലായോ? പ്രാർത്ഥനയിലൂടെ, പ്രഘോഷണത്തിലൂടെ, ആഘോഷത്തിലൂടെ, അവസാനം കൂട്ടായ്മയിലൂടെ. 4 തരത്തിലാണ്, ഈ 4 പില്ലേഴ്സിലൂടെയാണ് പരിശുദ്ധാത്മാവ് 4 കൈവഴികളായിട്ട് പോകുന്നതാ. ഇത് നമ്മൾ പഴയ നിയമത്തില് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ഏദൻ തോട്ടം, കർത്താവ് പറഞ്ഞത് ഏദൻ തോട്ടമാണ് സഭ. അതിന് നടുക്ക് ജീവന്റെ വൃക്ഷം, അതാണ് യേശു ക്രിസ്തു. പിതാവായ ദൈവമാണ് ഇത് ഉണ്ടാക്കിയത്, അല്ലെ? ഗാർഡൻ, ഏദൻ തോട്ടം, സഭ ഉണ്ടാക്കിയത്. അതില് പരിശുദ്ധ ട്രീ ഓഫ് ലൈഫ് അല്ലേ, ജീവന്റെ വൃക്ഷം നടുക്ക്, അതിന് ചുറ്റും ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ? അതാണ് പരിശുദ്ധാത്മാവ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നു ഇത് 4 എണ്ണമായിട്ട് പിരിഞ്ഞൊഴുകിയെന്ന് പറയുന്നു അല്ലേ? ഏതൊക്കെയാ? ഗീഹോൻ, പീഷോൻ, യൂഫ്രട്ടീസ്, ടൈഗ്രീസ്. കണ്ടോ? ഇത് 4 ഒറ്റ നദിയാണ്, പക്ഷെ 4 പിരിഞ്ഞ്. ഇത് തന്നെയാണ് ഈ അപ്പസ്തോല പ്രബോധനത്തിൽ കാണുന്ന ഈ 4. പരിശുദ്ധാത്മാവാണ് ഈ 4 കൈവഴികളായിട്ട്. അപ്പൊ ഈ 4 കാര്യങ്ങള് നമ്മുടെ ഒരു സമൂഹത്തിലുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. ഓരോന്നിൽ കൂടെയും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ്, അപ്പൊ നമ്മൾ ഒരു സഭാസമൂഹത്തെ നമ്മൾ നോക്കി കാണുമ്പോൾ ഈ 4 പില്ലറും അവിടെ ശക്തമായിട്ടുണ്ടെങ്കിൽ അവിടെ സഭയുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്, അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അങ്ങനെ പരിശുദ്ധാത്മാവുള്ള എഫേസ്യരുടെ ലേഖനത്തിൽ പറയുന്ന 2-ാം അധ്യായത്തില് സഭ പരിശുദ്ധാത്മാവിനാണ് പണിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൽ 4 കാര്യങ്ങളുണ്ട്. അപ്പൊ നിങ്ങളുടെ പഠനത്തിലൂടെ നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ അങ്ങനെ അവിടെയൊക്കെ സഭ പണിയപ്പെടാനായിട്ട് നിങ്ങളിലൂടെ ഈ 4 കൈവഴികളിലൂടെ പ്രവേശിക്കുന്ന പരിശുദ്ധാത്മാവിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനെല്ലാ നന്മകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട്, ഒപ്പം തന്നെ ഇതിന്റെ കാര്യങ്ങൾക്കായിട്ട് ഇത്രയും അകലെ നിന്ന് വന്ന പാമ്പ്ളാനി പിതാവിന് വളരെ പ്രത്യേകമായിട്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇനിയും അഭിമന്യ പിതാവിന് ഞങ്ങൾക്ക് കൂടുതൽ വിശ്വസിക്കാൻ സാധ്യതകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ ദിനത്തിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് പിതാവേ, നല്ല എൻകറേജിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് വേർഡ്സ്. അപ്പം പിതാവ് പറഞ്ഞ 4 ദീപ സ്തംഭ വഴികള് നമ്മൾക്ക് കീപ്പ് ചെയ്യാം. എന്തൊക്കെയാണ്? പ്രാർത്ഥന, പ്രഘോഷണം, കൂട്ടായ്മ. അത് നമ്മളത് കീപ്പ് ചെയ്യാൻ പിതാവെ ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്നു. താങ്ക് യു പിതാവെ. അടുത്തതായിട്ട് ഇനോഗ്രൽ അഡ്രസ്സാണ്. പാമ്പ്ളാനി ഹിസ് എക്സലൻസ് ബിഷപ്പ് ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ, പിതാവ് ഇപ്പോൾ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ആയിരിക്കുന്നതിന് പുറമെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാൻസലറായും സീറോ മലബാർ സഭയുടെ സിനഡ് സെക്രട്ടറിയായും ഇപ്പോൾ പ്രവർത്തിക്കുന്നു. ബെൽജിയം കാത്തോലിക് യൂണിവേഴ്സിറ്റി ഓഫ് ലോയിവിനിൽ നിന്ന് റിലീജിയസ് സ്റ്റഡീസിൽ മാസ്റ്റർ ബിരുദവും സേക്രഡ് സ്ക്രിപ്ചറിൽ PhD നേടിയിട്ടുണ്ട്. കൂടാതെ ജർമ്മൻ, ഹീബ്രു, ഗ്രീക്ക് ഭാഷകളിലെ PG ഡിപ്ലോമയും ഉണ്ട്. പിതാവിനെ വളരെ സ്നേഹത്തോടെ ഇനോഗ്രൽ അഡ്രസ്സിനായിട്ട് ക്ഷണിക്കുന്നു. Your Excellency Bishop Stephen Therapanath,
and Reverend Dr. Philip Kavil, the President of Alpine Institute, and Reverend Dr. Sebastian Thayil, Reverend Father Stefan Kemmler. Hope my name, Aussprache is richtig. Sorry? Yeah, and all other great priests who are working in this locality, and dear convocants, and dear brothers and sisters. It is a great opportunity for me to greet you on this time of convocation. Convocation would simply mean that you are speaking in the same language, convocare. That means we are called for the same mission and we speak the same language. The language of theology, that is the language of the Holy Spirit. Yes, that is exactly what is meant by this ceremony of convocation. Hereafter you are supposed to speak on behalf of the church. Hereafter you are not supposed to speak blah 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 with regard to the ecclesial things. You cannot criticize the priest anymore. Will you? You cannot criticize the Holy Father. You cannot simply argue for women priesthood, why the women cannot be ordained. If you do so, you are anathemasit. That means you are out of the church. Because as long as you were deprived of this theology degree, at the end of this convocation ceremony, you are going to make a pledge that you will be always abiding with the laws and regulations and the teachings of the Holy Catholic Church. That is very, very important. That means you become the official mouthpiece of the Holy Catholic Church. That is what is going to happen. I had almost spoke half an hour, an extensive homily during the Holy Kurbana. So I don't want to prolong too much on this convocation ceremony. I just want to bring forth two important aspects which Holy Father Pope Leo had brought out in his famous encyclical letter, which had been published a week before. You remember what is the name of that letter? Magnificat Humanitas. So hereafter the theology students should always update with the magisterial teachings published from Rome. So even if you are so busy with other hectic schedules, whenever you hear an encyclical is being published by the Holy Father, you have to stop all other businesses, and even if you drive, stop the car aside of the road and begin to read the encyclical because it is so important. But don't stop the car in the midst of the road. Then I will not be responsible. Anyway, the Holy Father, I love that encyclical. There are so many things which are described within it in view of affirming the human dignity. Two biblical imageries are brought out in that encyclical by the Holy Father. One is the construction of the Tower of Babel, which is described in chapter 11 of the book of Genesis. And the other construction is the construction of the walls around the holy city of Jerusalem, which is described in the book of Nehemiah. He is the one who constructed, isn't it? Yes. These two constructions are brought forth as powerful imageries by the Holy Father. What is the importance of the construction of the Tower of Babel in the book of Genesis? It is a construction made by human beings competing with the power of God. If you are God, I am nothing less than you, Almighty God. We are also Almighty. We will be constructing something which is equal to your power.
So they were going to build up a tower which would reach up to the heaven. It was a competing construction. Holy Father rightly says the present day culture is trying to compete with the divine plans and divine ways. Such constructions will end up in complete devastation. It is exactly what happened with regard to the narrative of the construction of the Tower of Babel. You know what happened exactly at the end of the construction? Their languages were split into different types so that nobody could understand what the other is speaking about. Yes, if you are trying to build up a family without God, it is certain that that family would end up in destruction. Why? Because what the husband speaks will not be understood by the wife. What the wife speaks will not be understood by the husband. What the parent says will not be understood by the children. What the children are speaking about, the parents have no idea. Yes, why we become unable to understand or comprehend each other? Because we are living, we are speaking, we are constructing, and we are construing without God. That is a big issue. The present day culture is a construction of our own family, our own culture, and our own imagery without having any reliance or any footage in God. That is the problem. This problem must be met with a different way of construction. That is what Holy Father says in the second imagery. Construct the wall of the holy city of Jerusalem. And this holy city of Jerusalem, of course, Nehemiah, you know the historical contingency of those people on those days. Because Nehemiah was the leader of the people who were returning from exile in Babylon. They did not have money to construct anything. Nor did they have any power or military force to construct anything. They relied completely on the power of God. And God had arranged everything in such a magnificent way that they were able to construct the walls of Jerusalem within few months. The city was safe and secure. Now the people could rightly live in. That is the importance. Yes, dear ones, by studying theology, you are actually rebuilding the walls of your own houses. You are rebuilding the walls of your own parishes. You are rebuilding the walls of your own personal faith. You are rebuilding the walls of the Holy Catholic Church. Yes, this important construction is something very, very significant, and this is exactly what is being carried out in your studies in theology. People would usually ask, what is the use of studying theology? Do you have anyone come across with such a question in your life? Sometimes, if a wife is interested in studying theology, the husband would ask, what is the use of studying theology? Isn't it? Yes. What is the use of believing in God? What is the use of being a member in the Holy Catholic Church? What is the use of being led in the light of the Holy Spirit? My dear ones, there are certain things in our human life which cannot be measured in terms of utility, which cannot be measured in terms of commercial gains. Yes, your relationship with God is something so significant that it cannot be simply measured in terms of utility. Of course, if you are graduate in theology, you may be appointed in
teaching religion somewhere, or sometimes, or like we sacked the parish executive, or we guys to the pastoral referent, something similar to that will be given to you. That is not the exact meaning of studying theology. I am not in favor of promoting you for such commercial gains. Of course, if you could gain, I am happy about it, but that is not the real purpose of studying theology. Studying theology is for living Christian life and praying Christian life. That is exactly what Bishop Stephen had been explaining, the 4 pillars of our faith. Yes, dear ones, by studying theology, you live the life with the Holy Trinity. You simply live or start a journey to eternal life. That is what is the significance of theology. You must have wondered, whenever I bless a marriage or give an ordination to an ordinand or a deacon, when we baptize a child, in all the prayers something is very common. Once you die, you will enter into eternal life. How can someone say in a nuptial blessing, marriage blessing, on those days you are completely ignorant about what is being spoken by the priest, isn't it? Otherwise you must have been surprised. In that blessing, there is a reference to your death. And what is the blessing? After the death, you will enjoy eternal bliss in heaven. Baptizing a child, the church is telling, you will enter into heaven after your death. It is a bit comic to say to a child, a nascent-born child, that you are going to die and afterwards you will enter into heaven. This is the courage of faith. This courage of faith is actually granting us real hope in the eternal life. Yes, dear ones, by studying theology, you become pilgrims of hope. You have a destination, and that destination is nothing less than the presence and beatific vision of the triune God Himself. And the church is the viaduct or the bridge. St. Augustine had summarized the entire Christian theology into 3 terms: the Holy Trinity, the Holy Catholic Church, and eternal life. These are the 3 themes of the Credo, St. Augustine would say. And of the 3, Augustine would say, which is the most important thing? Holy Trinity, Church, and eternal life. Which is the most important thing according to your understanding? Eternal life. Holy Spirit. Okay, I don't want to trouble you. St. Augustine says the second thing is the most important thing. That is the Holy Church. Because it is through the church that we come to know of the mystery of the Holy Trinity. And it is through the church that we enter into eternal life. And without the church, without the ecclesial life, everything becomes meaningless. Yes, theology is meaningful only when you live a meaningful ecclesial life. Dear convocants, I congratulate you for your great achievement. Yes, I know that you are equipped with so many busy schedule in your life. Sometimes the students of Alpha would be telling me they don't have any time at all, but they hear the classes when they travel by car or by train.
when they travel to the workplace. When they return, they listen to another class. Such a way you have been studying theology rigorously, and you have now came out in flying colors. Congratulations, dear ones. It had been a great hazardous job for the administrators of the Alpha Institute to get affiliated with the Dicastery for Culture and Education in Rome. Everything is very complicated in Rome in order to get approval. Of course, the only non-complicated person in Rome is our beloved Bishop Stephen. You can go to him at any time, but to any other approval you need to go a long way. I don't mean it in a negative sense, but that is the way the church is acting. The church would ensure that everything is done in the most safe, secure, proper way. That is why it takes too long a time to get approved by the Dicastery for Education. And we are really happy to announce that the Alpha Institute and its theological endeavors are now approved by the Dicastery of Culture and Education in Rome. When the blessings come, they don't come alone, but they will come like catastrophes. That means the catastrophes come as legion. That is a statement. Similarly, the blessings also come one after the other. Once the Roman approval is granted, we have in India, theology courses are never approved in the secular universities. That was a real difficulty in our academic world in India. But God's side, we have been able to manage the approval from a secular university, that is our beloved Kannur University, one of the AA+ graded university of the UGC, has approved our courses, and the Governor of Kerala had officially inaugurated the theology course last week, and that is also a real blessing for us. And again, the Sri Narayana Open University, like the Indira Gandhi National Open University, is known to IGNOU. Have you heard about it? Even if you don't hear about it, nothing is going to lose in your life. Yes, this is similar to IGNOU. Kerala State had started an open university. That means all the courses will be online. That university is called Sri Narayana Guru Open University, and does not mean that it is something that is teaching about Sri Narayana Guru. No, it is like any other university, like Mahatma Gandhi University. It is a university approved by the UGC, and that university has also approved our courses. That means anybody can join in the course and obtain a UGC approved secular degree from Alpha Institute. This is a real blessing, especially for those people who have not been able to obtain a secular degree from Kerala or from India. And for the research work, somebody had been asking on what basis Alpha is granting doctoral degree. Yes, a university, MG University, is actually approving the doctoral degrees of the Alpha Institute. That means if you wanted to proceed your studies to the research level, that means in the PhD doctorate level, then you will get a guide from Alpha Institute and a pair guide from California University, so that you will be able to obtain degree within 3 to 4 years in the research level. That means in the PhD level. Dear ones,
if we are determined, if we are really ready to work hard, like Paulo Coelho had said, if you are decided, determined, then the whole world will align with you to achieve what you desire for. May our Lord continue to bless all of you, and with these words, I declare this convocation ceremony is open. Thank you. Thank you, പാമ്പ്ലാനി പിതാവിൻ്റെ ലളിതവും അതേസമയം ആഴവുമായ വാക്കുകൾക്ക് നന്ദി. ദൈവത്തെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും സഭയിൽ നമ്മൾ നിന്ന് പോകേണ്ടതിൻ്റെ അല്ലെങ്കിൽ സഭയിൽ കൂടി വളരുന്നതിൻ്റെ ആവശ്യകത പിതാവ് നമ്മളെ ബോധ്യപ്പെടുത്തി. താങ്ക് യു പിതാവ്. കോൺവെക്കേഷൻ സ്പീച്ചിന് വേണ്ടി റെവറൻഡ് ഡോക്ടർ ഫിലിപ്പ് കാവിലച്ചനെ വിളിക്കുന്നു. ഡോക്ടർ ഫിലിപ്പ് കാവിലച്ചൻ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസിന്റെ പ്രസിഡന്റും കാത്തലിക് കോൺഗ്രസ് ഗ്ലോബലിന്റെ ഡയറക്ടറുമാണ്. ഇൻസ്ബ്രുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ന്യൂ ടെസ്റ്റ്മെന്റിൽ ഡോക്ടറേറ്റും അച്ഛൻ നേടിയിട്ടുണ്ട്. പ്ലീസ് സർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ ഘനവും ഗാംഭീര്യമുള്ള 2 പ്രസംഗങ്ങൾ. അതിനപ്പുറത്തേക്ക് കുറച്ച് എന്താ പറയണ്ടേ ക്ലാസ് പോലെ വളരെ നന്നായി. ഞാൻ ഓർക്കാം, നമ്മുടെ സ്റ്റീഫൻ പിതാവ് ദീർഘകാലം കോട്ടയം സെമിനാറിലെ പ്രൊഫസറായിരുന്നു. പിതാവിൻ്റെ അന്നത്തെ പഠനം കേൾക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടിയിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാനത് അനുഭവിച്ചു. എന്ന് മാത്രം ആഴത്തിലുള്ള അറിവാണ് നമ്മുടെ സ്റ്റീഫൻ പിതാവിനുള്ളത്. സഭയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അതൊക്കെയാണ് സത്യത്തിൽ സ്റ്റീഫൻ പിതാവിന് ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സ്നേഹിക്കാനും പാമ്പ്ലാനി പിതാവിൻ്റെ ഈ തിയോളജി കോഴ്സുകളെ ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യാനും കാരണം എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ പിതാവ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് നമ്മുടെ ചെറുമലബാർ സഭയിലെ അംഗങ്ങളുടെ അഭിമാനമാണ് അഭിമന്യ പാമ്പ്ലാനി പിതാവ്. എനിക്ക് അല്പം കൂടെ അഹങ്കാരം ഉണ്ടാക്കാറുമില്ല, കാരണം ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആണ്, ഒരു രൂപതയിൽ നിന്നാണ്, എൻ്റെ പിതാവാണ്. അത് പറയാൻ നമുക്ക് 4 പേരുടെ മുമ്പിൽ ഒരു പേര് പറയുമ്പോൾ യാതൊരുവിധ ചമ്മലുമില്ലാതെ അഭിമാനത്തോടെ പറയാം. പ്രത്യേകിച്ച് തിയോളജി രംഗങ്ങളിൽ, പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ, കേരള രാഷ്ട്രീയത്തിലെ ഒക്കെ അഭിമന്യ പാമ്പ്ലാനി പിതാവ് ഗുരുവായൂർ കേശവനെ പോലെ തലയെടുക്കുന്ന ആളുകളാണ്. ഒരു കാലഘട്ടത്തിൽ പൗത്യ പിതാവിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പൗത്യ പിതാവിനെ എല്ലാവരും റെഫർ ചെയ്യാറുണ്ട്. പാമ്പ്ലാനി പിതാവിനെ സ്റ്റീഫൻ പിതാവ് അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അതിന് പിതാവിനും പറഞ്ഞത്. കേരളത്തിൽ പാമ്പ്ലാനി പിതാവ് എന്ത് പറയുന്നതെന്ന് മാധ്യമങ്ങളും രാഷ്ട്രീയ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് അഭിമാനിക്കാം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാൻസലറായി പിതാവിനെ കിട്ടിയത്. അവർ 2 പേരും മലയാളവും ഇംഗ്ലീഷും മാറി പറഞ്ഞു. നമ്മൾ ആൽഫയുടെ ഒരു പ്രത്യേകത, ആൽഫ ലോകത്തിൽ എവിടെ പ്രവർത്തിച്ചാലും അവിടുത്തെ കൾച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നാണ് അഭിമന്യ പാമ്പ്ലാനി പിതാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം ആ നാട്ടിലെ ഭാഷയെ നമ്മൾ ഉൾക്കൊണ്ട് പറയേണ്ടത് ആവശ്യമാണ്. Ich weiß paar von Ihnen verstehen Deutsch. Deshalb möchte ich ein paar Worte auf Deutsch auch jetzt sprechen. Sehr geehrter Herr Erzbischof Mario Josef Pamplani, Chancellor of Alpha Institute, sehr geehrter Herr Bischof Mar Stephen Zerupunete, verehrte Mitbrüder im priesterlichen Amt, hochwürdigen Herrn Pfarrer Stefan Kemmler, hochwürdigen Herrn Pfarrer Sebastian Teil, Herrn Pfarrer Dr. Clement, Pfarrer Dr. Joseph Palliodi, Pfarrer Joseph Periat. Ja, ich glaube, Periatara. Und promoven Herrn Julian Schuler. Ist ein guter Freund von mir. Wir kennen uns seit 10 bis 15 Jahren in Tübingen. Ich freue mich, dich hier begrüßen darf. Liebe Absolventinnen und Absolventen, sehr geehrte Damen und Herren, sehr geehrte hochwürdige Schwestern. Mit großer Freude begrüße ich Sie heute zur Graduierungsfeier des Alpha Theological Institute in Uster in der Nähe von Zürich.
Dieser Tag ist ein besonderer Meilenstein für unsere Absolventinnen und Absolventen. Hinter ihnen liegen Jahre des Lernens, des Forschens, des Gebets und der persönlichen Entwicklung. Zu diesem Erfolg gratuliere ich Ihnen von Herzen. Der heilige Augustinus schrieb: Unruhig ist unser Herz, bis es ruht in dir, o Gott. Diese Suche nach Wahrheit und Sinn steht im Mittelpunkt jeder theologischen Ausbildung. Theologie ist weit mehr als das Erlernen von Wissen. Sie ist die Suche nach Gott und das Bemühen, den Glauben immer tiefer zu verstehen. Der heilige Anselm von Canterbury bezeichnete die Theologie als Fides querens intellectum, Glaube, der nach Einsicht sucht. Gerade heute braucht unsere Welt Menschen, die Glauben und Vernunft miteinander verbinden, die Orientierung geben und Hoffnung vermitteln. Liebe Absolventinnen und Absolventen, mit ihrem Abschluss endet ein Studienabschnitt, aber nicht ihre Berufung zum Lernen und zum Dienst. Die Kirche und die Gesellschaft brauchen Menschen, die bereit sind, Verantwortung zu übernehmen, Brücken zu bauen und glaubwürdige Zeugen christlicher Werte zu sein. Papst Benedikt sagte einmal: Die Welt bietet euch Komfort an, aber ihr seid nicht für den Komfort geschaffen, sondern für die Größe. Diese Größe zeigt sich im Dienst an Mitmenschen, in der Suche nach Wahrheit und in der Treue zu ihrer Berufung. Mein herzlicher Dank gilt unseren Professorinnen und Professoren, die unsere Studierenden mit Kompetenz und Engagement begleitet haben. Ebenso danke ich den Familien und Freunden für ihre Unterstützung und Ermutigung. Als Präsident des Alpha Theological Institute erfüllt es mich mit Freude, Absolventinnen und Absolventen aus verschiedenen Ländern und Kulturen zu sehen. Dies ist ein schönes Zeichen für die Universalität der Kirche und die verbindende Kraft theologischer Bildung. Zum Abschluss möchte ich Ihnen ein Wort des heiligen Bonaventura mitgeben. Niemand gelangt zur Erkenntnis Gottes, wenn er nicht zugleich ein Mensch des Gebetes wird. Mögen Sie Menschen des Glaubens, des Wissens und des Dienstes sein. Möge Gott Sie auf Ihrem weiteren Weg begleiten und reich segnen. Herzlichen Glückwunsch allen Absolventinnen und Absolventen. Vielen Dank. ഈ പറഞ്ഞത് മനസ്സിലാകാത്ത കുറച്ച് പേർ റോബി എന്ന് വന്നവരുണ്ടെങ്കിൽ അവരുടെ രണ്ടു വാക്കും മലയാളത്തിൽ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, അൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നിൽക്കാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ ഈ കോഴ്സ് അഭിനന്ദ പിതാക്കന്മാർ പറഞ്ഞതുപോലെ ഇത് പഠനത്തിൻ്റെ അവസാനമല്ല, തുടർന്നു കൊണ്ടുപോകേണ്ടതാണ്. പഠനം ഒരിക്കലും തീരുന്നില്ലെന്ന് നമുക്കറിയാം. പിന്നെ പമ്പ്ലാനിപ്പിതാവ് പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. തിയോളജി നമ്മൾ ഡിപ്ലോമ കോഴ്സുണ്ട്, ഡിഗ്രി കോഴ്സുണ്ട്. ഇവിടെ ഒരാൾ MT ചെയ്തത് ഞാൻ കാണുന്നുണ്ട്, ചുമൻ്റെ ഷാൾ കാണുന്നുണ്ട്. അത് മറ്റുള്ളവർക്ക് കൂടി ഒരു മോട്ടിവേഷനായിരുന്നു. നിങ്ങളെല്ലാവരും തുടർന്ന് MT ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അഭിനന്ദ പിതാവിൻ്റെ ആഗ്രഹം ഇതാണ്. അതിനുശേഷം സാധിക്കുന്നവർ ഡോക്ടറേറ്റും ചെയ്യണം. കാരണം നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ കാണിച്ചു തന്നു ഇതുവരെ ഉള്ള പഠനത്തിൽ നിന്ന്. നമുക്കിത് സാധിക്കും. ഈ പഠനം പിതാവ് പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ദൈവശാസ്ത്രം പഠിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു അറിവ് ആവശ്യമുണ്ടോ? ഉണ്ടോ? ഞാൻ ഈ എർഗൻസിംഗ് എന്ന് പറഞ്ഞാൽ വില്യം ഷുഗറൊക്കെ ഉള്ള സ്ഥലമാണ്. ആ എർഗൻസിംഗിൽ ഒരു 10 വർഷം ഇടവകയിലും കൂടെ ജോലി ചെയ്യാനുള്ള അവസരം എനിക്ക് കിട്ടും. അന്ന് അവിടെ മെർസിഡസ് ബെൻസിൽ ജോലി ചെയ്യുന്നൊരു ആളുണ്ട്, മാർട്ടിൻ എന്നാണ് അവൻ്റെ പേര്. അവൻ പള്ളി വന്ന് എല്ലാത്തിനും സഹകരിക്കും, കുർബാനയ്ക്ക് കൂടും. ഒരു ദിവസം മാർട്ടിൻ വൈപ്പേർട്ട് എന്നാണ് അവൻ്റെ പേര്. മാർട്ടിൻ എന്നോട് വന്നിട്ട്, അച്ഛാ
ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. ഞാൻ ചോദിച്ചു എന്താ നീ പറയുന്നത്, നിന്റെ അമ്മ എല്ലാ പ്രാവശ്യവും കാണുന്നതല്ലേ? അവൻ്റെ അമ്മ അമ്മയും അച്ഛനും എൻ്റെ ചാച്ചനും ഒരു സാറും ടീച്ചറുമാണ്, എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. ഹെയർ വൈപ്പറിന് ഫ്രൗ വൈപ്പറിന് എനിക്കറിയാം. അപ്പോൾ ഞാൻ ചെറുതെന്താ നീ അങ്ങനെ പറഞ്ഞു. അന്നേരം അവൻ പറഞ്ഞു അല്ല അച്ഛാ, ഇന്നാണ് ഞാൻ എൻ്റെ ലൈഫിലേക്ക് മൂട്ട് എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം അമ്മയെ കാണുന്നത്. അപ്പോൾ അവൻ എന്നോട് ആ കഥ പറഞ്ഞു. അവൻ്റെ ഒരു അഡോപ്റ്റീവ് ചൈൽഡായിരുന്നു, അവനത് അറിയത്തില്ലായിരുന്നു. അവൻ്റെ അമ്മ അവനെ അന്വേഷിച്ച് വന്ന് കണ്ടെത്തി ആ കഥകളൊക്കെ പറഞ്ഞു. അതാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ചോദിച്ചു മാർട്ടിൻ, അപ്പോൾ പിന്നെ നീ ഇനിയിപ്പോൾ നിൻ്റെ അമ്മ നിന്നെ കണ്ടെത്തിയ സ്ഥിതിക്ക് ആ കൊടുത്ത് പോവല്ലെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു എങ്ങനെ ഞാൻ പോകുന്നത് എങ്ങനെയാണ്? എൻ്റെ മനസ്സിൽ എൻ്റെ അമ്മയായിട്ട് ഇപ്പോഴും ഉള്ളത് എന്നെ എടുത്ത് വളർത്തി എന്നെ സ്നേഹിച്ച അച്ഛനറിയാവുന്ന ഫ്രൗ വൈപ്പർട്ടാണ് എന്നോട്. ഞാനൊരു പുതിയ പാഠം പഠിക്കുകയാണ്. കാരണം നമുക്കറിയത്തില്ലാത്ത ഒരു കാര്യം നമ്മൾ സ്നേഹിക്കാൻ പറ്റിയാൽ, ഒരാളെ സ്നേഹിക്കാൻ പറ്റിയാൽ, അവൻ്റെ അമ്മ, അവൻ്റെ മനസ്സിലുള്ള അമ്മ, അവനറിയാവുന്ന അമ്മ തന്നെ വ്യക്തി തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവുണ്ടെങ്കിലേ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ നമ്മൾ ആഴത്തിൽ വളരേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അഭ്യുന്ന പിതാക്കന്മാർ പറഞ്ഞ പോലെ നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. സിസ്റ്റർമാരാണേലും അൽമായ സഹോദരങ്ങളാണേലും അങ്ങനെ നമ്മൾ അറിവിൽ ആഴപ്പെടുമ്പോൾ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കുവാനും ദൈവത്തെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഒരു കാര്യം മറന്നു പോകാതെ MTH നിങ്ങൾ നാളെ തന്നെ എല്ലാവരും രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ ബഹുമാനപ്പെട്ട അനീഷ് കൊട്ടുകാപ്പള്ളിയച്ഛനാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തിയോളജിയുടെ ഡയറക്ടർ. അച്ഛനെ കോൺടാക്ട് ചെയ്താൽ എല്ലാവരുടെ കാര്യങ്ങളും പറഞ്ഞു തരും. അഭിനന്ദ സ്റ്റീഫൻ പിതാവിൻ്റെ എല്ലാവരുടെ അനുഗ്രഹവും നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാം, പഠിക്കാം, ഈശോയെ അറിയാം, ഈശോയുടെ സ്നേഹത്തിൽ വളരാം, പരസ്പരം സ്നേഹിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായിരിക്കും. താങ്ക് യു കവിലച്ച. വാട്ടാണ് ഇൻസ്പയറിംഗ് ടോക്ക്. കവിലച്ച പറഞ്ഞത് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് CCCയിൽ പറയുന്ന ചാപ്റ്റർ 1 ദൈവത്തെ അറിയുക എന്നുള്ളത് മനുഷ്യന്റെ അദമ്യമായ ആഗ്രഹം. അതാണ് നമ്മൾ തിയോളജി പഠിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയാണ്. ആത്മാവിലെറിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥാ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി തിരയുമ്പോൾ, ആരുമില്ലാത്തവർക്ക് അഭയം നൽകും കാരുണ്യമെന്നിൽ ചൊരിയണമേ, കാരുണ്യമെന്നിൽ ചൊരിയണമേ. വിശ്വം കാക്കുന്ന നാഥാ, വിശ്വൈകനായക, ആത്മാവിലെറിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥാ, അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നും ബരം. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നും ബരം. അന്യനാണെങ്കിലും എൻ്റെ ഈ
വിശ്വം കാക്കുന്ന നാഥാ, വിശ്വീകനായക, ആത്മാവിലെറിയുന്ന തീയണിക്കൂ, നിന്നാത്മ ചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥാ. നമ്മുടെ തൈലജ് ബോണ്ടോട് ഫെലിസിറ്റേഷൻ അച്ഛൻ പറയുന്നതാണ്. സ്നേഹം നിറഞ്ഞ അഭ്യുന്നയ പിതാക്കന്മാരെ, സ്നേഹം നിറഞ്ഞ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റ് ഫിലിപ്പച്ച, മഞ്ജീബ് ഫ്രോയിഡ്, സ്റ്റെഫാൻ കെല്ലർ, പാറകൃഷ്ണൻ കെല്ലർ, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, ബിരുദം സ്വീകരിക്കാൻ പോകുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിരിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ ചുരുക്കത്തിൽ പറയാം. നമുക്ക് അറിവ് അനിവാര്യമാണ്. അറിവ് അപകടമായി മാറരുത്. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആൾ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ അറിവുള്ള ആരായിരുന്നു? മാലാഖമാര്. ഞാൻ തന്നെ ഒരു പറയുമോ, മാലാഖമാര്. അവർ അഹങ്കാരം കൊണ്ട് അധപ്പതിച്ച് പ്രപഞ്ചത്തിന് മുഴുവൻ ശാപമായി തീർന്നു. എന്നാൽ ഇതെല്ലാം സൃഷ്ടിച്ച് പരിപാലിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ആളാരായിരുന്നു? മനുഷ്യവംശത്തിൽ നമ്മുടെ കർത്താവ് ഈശോമിശിഹ. നമ്മുടെ കർത്താവ് ഈശോമിശിഹ മനുഷ്യനായി പെടുന്ന കർത്താവ് ഈശോമിശിഹയാണ് മനുഷ്യരിൽ ഏറ്റവും അറിവുള്ള ആളാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാണ് കൂടി. ആ ഈശോമിശിഹ കാണിച്ചതാണ് ഈശോമിശിഹയുടെ എളിമ. ഈശോമിശിഹ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി എടുക്കേണ്ടി വന്ന മധ്യ ഭാരത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒഴിവാക്കാൻ പോയി. സ്വർഗപിതാവിനോട് പറഞ്ഞു, എന്നാ പറഞ്ഞേ, പിതാവിനെ തീർച്ചയുണ്ടെങ്കിൽ ഇത് മാറണമെന്ന്. ഈശോ ജീവിച്ചിരുന്ന കാലത്തെല്ലാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഞാനും പിതാവും ഒന്ന്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ആ പിതാവിനോട് പറയുകയാണ്, ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നിട്ട് പറഞ്ഞു, പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം. ആ എളിമ അറിവിൻ്റെ നെറുകയിൽ നമുക്കുണ്ടാകണം. പിന്നെ നമ്മുടെ ക്രൈസ്തവരുടെയൊക്കെ മുഖമുദ്ര എന്തെങ്കിലും നമ്മൾ പഠിച്ചു വളർന്നാലും മുഖമുദ്രയാകേണ്ടത് എന്താണ്? ഭീകരന്റെ മുഖമുദ്രയല്ല, കച്ചവടക്കാരന്റെ മുഖമുദ്രയല്ല, പിന്നെ നടീനടന്മാരുടെ മുഖമുദ്രയല്ല, വിശുദ്ധ കൊച്ചുരസിയാക്കളുടെ വിശുദ്ധരായവരുടെ പ്രസന്നതയാണ് നമ്മൾ നിറഞ്ഞിരിക്കുന്നത്. ആ പ്രസന്നത എവിടുന്നാ വരുന്നത്? പരിണിച്ചു കാണിച്ച സന്തോഷമാകുമോ? പരിണിച്ചു കാണിച്ച സന്തോഷമാകില്ല. എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, എന്റെ സഹോദരനെ, ഞാൻ നിങ്ങൾ ആവർത്തിച്ച് പറയുന്നു, സന്തോഷമുള്ളവരായിരിക്കും. എങ്ങനെയാകാൻ പറ്റും? പരിണിച്ചതാകില്ല. അതിന്റെ അവസാനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ വിവർത്തനം പല ഭാഷകളിലുള്ള വിവർത്തനത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ജർമ്മൻ ഭാഷയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവം സമീപസ്ഥനാണ്. എല്ലാവർക്കും ദൈവം സമീപസ്ഥനാണ്. നിങ്ങൾ എല്ലാവരും വിശുദ്ധരാണ്. എല്ലാവരും ദൈവത്തെ അറിയുന്നുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ ശക്തിയിൽ ഭാഗമാക്കാവുന്നില്ല. അതിന് ഒരു പോപ്പുലർ ഇറ്റാലിയൻ ട്രാൻസ്ലേഷൻ ഉണ്ട്. ഇതിന്റെ അംഗീകൃതമായിട്ടൊരു പോപ്പുലർ ഇറ്റാലിയൻ ട്രാൻസ്ലേഷൻ ഉണ്ട്. അതിന്റെ അവസാന ഭാഗത്തിന് belong to the Lord. ദൈവത്തോട് ചേർന്ന് നിൽക്കുക. സന്തോഷത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും എല്ലാ അടിസ്ഥാനം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് മാത്രം. സഹോദരൻ, ഇത് നമുക്ക് നമ്മുടെ പഠനത്തിന്റെയും അറിവിന്റെയും എല്ലാം വെറുവിലും ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് എളിമയും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ തുറന്ന ഹൃദയവും ക്ഷമയും സൃഷ്ടിയും ത്യാഗവും എഴുതി ഉണ്ടാകട്ടെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ എല്ലാവർക്കും അനുഗ്രഹമായി മാറും. ആ വിധത്തിൽ നിങ്ങളും എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിയാണ്. ഒരു വാക്കുകൂടെ വലിയ ദൈവശാസ്ത്രജ്ഞനായിട്ടുള്ള ആൻസറും പറഞ്ഞു. നമ്മൾ പഠിച്ചെല്ലാം എടുക്കായപ്പോഴത്തെ സഭയിൽ വിട്ടു ചിന്തിക്കാനുള്ള പ്രവണതയുണ്ട്. സെന്റ് ആൻസർ പറഞ്ഞു, സെന്റിയിലേക്കും എക്ലേസിയ, സഭയോടോ ചിന്തിക്കുക, സഭയോട് ചിന്തിക്കുക. സഭയിൽ വൈകിട്ട് ചിന്തിക്കരുത്. ആ വിധം ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നമുക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാനും നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഹൃദയമായി നിങ്ങൾക്ക് അനുമോദനം നൽകിക്കൊണ്ട് ആശംസകൾ ഞാൻ അർപ്പിക്കുകയാണ്. താങ്ക് യു തൈലച്ച. In der Festgemeinde halte die Begrüßung kurzzeitig verfolgt, zumal ich, weil ich das nicht so gut kann wie meine Vorredner. Einige haben auch gesehen, ich habe unter der Hitze des Kunstlichtes leide ich ein wenig, aber die heutige Lesung im römischen Leseordnung hat gesagt, ich habe den guten Kampf gekämpft. Und es steht noch etwas anderes, was schön passt zur heutigen Verleihung. Da steht nämlich in der Lesung,
Es wird eine Zeit kommen, in der man die gesunde Lehre nicht erträgt, sondern sich nach eigenen Wünschen immer neue Lehrer sucht, die den Ohren schmeicheln und man wird der Wahrheit nicht mehr Gehör schenken, sondern sich Fabeleien zuwenden. Ich finde es für uns als Pfarrer wichtig, dass wir Leute haben, die sich eben nicht diesem Zeug zuwenden, sondern dem Glauben zuwenden, über den Glauben nachdenken, den einbringen, damit sie überzeugen können. Wenn er diese theologische Ausbildung gemacht hat, ist der große Wert nicht, dass wir alles besser wissen als die anderen, sondern dass wir eine Möglichkeit haben, Wissen unserer Worte haben, um über den Glauben nachzudenken, über das zu ergründen, was Gott uns geoffenbart hat. Und wenn wir das so erfassen können, können wir auch den Glauben in der Welt bezeugen. Und so bin ich als Pfarrer froh, dass wir Leute haben, die in den Gemeinden und im Leben überall hier stehen, die mit dem Glauben auseinandersetzen, damit sie ihn bezeugen können. So danke ich Ihnen für diesen Einsatz beim Studium und für diesen Einsatz, der tagtäglich weiter folgen wird. Herzlichen Dank und Gottes Segen. Vielen herzlichen Dank, Pfarrer Stefan Gemler, Sexta von Salangereis. Danke vielmals. ഏറ്റവും സ്നേഹമുള്ള ഞാൻ പമ്പളാനി പിതാവെ, സ്റ്റീഫൻ പിതാവ് പോയെന്ന് തോന്നുന്നത് സ്റ്റീഫൻ പിതാവെ, കവിയിലച്ച പ്രിയച്ചന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഇത് ആശംസയുടെ വലിയൊരു ആശംസയുടെ സമയമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ഒക്കെ ഇത് ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ഏറ്റവും അനുഗ്രഹപ്രദമായ സമയമാണ് ചിലവഴിച്ചത്. അനുഗ്രഹപ്രദം പറയാൻ കാരണമുണ്ട്. എല്ലാം തികഞ്ഞ നിഷ്ഠാസ്ഥാനികളായ ദൈവശാസ്ത്ര പണ്ഡിതരായ രണ്ട് പിതാക്കന്മാരുടെ സാന്നിധ്യം അഭിനന്ദ പാമ്പാനി പിതാവിൻ്റെയും അതുപോലെ സ്റ്റീഫൻ പിതാവിൻ്റെയും രണ്ടുപേരും വലിയ പണ്ഡിതരാണ്. അവരുടെ സാന്നിധ്യം അവരുടെ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി ഏറ്റുവാങ്ങാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹവും നല്ലൊരു ഭാഗ്യവുമാണ്. അതുകൊണ്ട് എന്താ പ്രത്യേക നന്ദി പറയാം. ഞാൻ ഏത് ഭാഷയിൽ ആശംസ പറയണമെന്ന് വിചാരിച്ചു നോക്കുമ്പോൾ എല്ലാ ഭാഷയും പറഞ്ഞു. എൻ്റെ അവസാനത്തെ പിടിപൊളിയാണ് ജർമ്മനി രണ്ട് വാക്ക് പറയാൻ നോക്കും. അപ്പോൾ കവി ലക്ചർ അത് എടുത്തു. അതുകൊണ്ട് നാളെ നമ്മുടെ മലയാളം ഭാഷ തന്നെ പറയാം. എനിക്കിതിൽ രണ്ടുപേരെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ പിന്നെ പപ്പടത്തിൽ ആസ്വദിച്ചതുപോലെ സഭയുടെ ഭാവി പ്രതീക്ഷകളാണ്. സഭയോടൊത്ത് ചിന്തിക്കുകയും സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ വളരെ കൃത്യമായിട്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാരണമുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മുടെ സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, യൂറോപ്പിൽ വളരെ പ്രത്യേകം രണ്ട് രാജ്യങ്ങളിലൊക്കെ കാര്യങ്ങളെല്ലാം വളരെ മുൻകൂട്ടി പ്ലാനാണ്. സമയമെല്ലാം കെട്ടായിരിക്കാം. അതിനിടയിൽ നിങ്ങളുടെ ജോലിക്കിടയിൽ, കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിൽ ഇതിനു വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി. അത് നമ്മുടെ സഭയോടുള്ള വലിയ കമ്മിറ്റ്മെൻറ്റ്, സ്നേഹമൊക്കെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വലിയൊരു ധീരമായ ഈ ഒരു തുടക്കം അതിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാം ഫ്രഷ് തിയോളജിയൻസാണ്. നിങ്ങൾ കഴിഞ്ഞ പ്രതിജ്ഞ എടുത്തപ്പം കറക്റ്റ് 20 കൊല്ലം മുമ്പ് ഞാൻ റോമിൽ വെച്ച് ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഡോക്ടറേറ്റിൻ്റെ കാര്യങ്ങൾ ഡോക്ടറേറ്റിന് ചെയ്തത് ഞാൻ ഓർത്തുപോയി. അതുകൊണ്ട് നല്ല നല്ല എല്ലാം കൂടി നന്നായിട്ട് ഓർമ്മിക്കപ്പെടേണ്ട ഒരു ദിവസം. എല്ലാ ദൈവാനുഗ്രഹവും മുമ്പോട്ട് നല്ല പ്രവർത്തനവും സഭയിൽ ആശംസിക്കുന്ന സഭയോടൊത്ത് ചിന്തിക്കുക, ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി കവിതത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, നിങ്ങൾ മാസ്റ്റേഴ്സ് ചെയ്യണം. നമുക്ക് ഡിഗ്രി കഴിക്കുന്നതുകൊണ്ട് എല്ലാം ആയെന്ന് വിചാരിക്കുന്നത്. ഒരു ഡിഗ്രി കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളൊന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കുന്നത്. നമ്മൾ തുടങ്ങുന്നതുകൊണ്ട് ജീവിതം മുഴുവൻ പഠനമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. ദൂരെ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ മലബാറിൻ്റെ മുത്താണ് പാമ്പാനി പിതാവ്. ഏറ്റവും അടുത്തുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാറിൽ പഠിച്ചവരൊക്കെയാണ്. ഞങ്ങൾ മുന്നിൽ ഒരേ ക്ലാസ്സിൽ ഫിലോസഫി ഒരുമിച്ച് പഠിച്ചു. പിന്നെ ഞാൻ ഇച്ചിരി പ്രായം കൂടുതലുള്ളതുകൊണ്ട്, ഒത്തിരി പ്രായമില്ല, കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ഒരു കൊല്ലം മുന്നേ അച്ഛനായി. പിന്നെ പിതാവ് എന്നേക്കാൾ കൂടുതൽ കുറച്ച് ജ്ഞാനവും വലിയ പാണ്ഡിത്യവും ധാരാളം അറിവുകളും ഒക്കെ ഉള്ളതുകൊണ്ട് പിതാവ് ഞങ്ങളുടെ ആർച്ച് ബിഷപ്പാണ്. എൻ്റെ ആർച്ച് ബിഷപ്പാണ്. ഞാൻ താമരശ്ശേരിക്കാരനാണ്. എൻ്റെ ആർച്ച് ബിഷപ്പാണ്. നമ്മളായിട്ട് എനിക്ക് അഭിമാനമുണ്ട്. ഇത്ര വലിയ സഭയിൽ വലിയ പദവികൾ വഹിക്കുന്നുണ്ടെങ്കിലും വലിയ പാണ്ഡിത്യത്തിൻ്റെ മേഖലയുള്ള വലിയ പല കമ്മീഷനോ മെമ്പറൊക്കെയാണ് പിതാവ്. ഇതൊക്കെ ഉണ്ടെങ്കിലും പിതാവിൻ്റെ എളിമയും വളരെ പ്രശസ്തമാണ്. നിങ്ങൾ ഒരുപക്ഷെ പഠനങ്ങൾ കണ്ണിലുണ്ടാകുന്ന മലബാറിൻ്റെ മേഖലകളിൽ എവിടെയെങ്കിലും ആരെങ്കിലും വഴി വിടുന്നൊക്കെ ഉണ്ടെങ്കിൽ മാർഗദേശത്തൊക്കെ പിതാവ് ഈ പദവികളൊക്കെ മാറ്റിവെച്ച് മുണ്ടെടുത്ത് കൈക്കോട്ടെടുത്ത് പാളത്തൊപ്പിയൊക്കെ വെച്ച് അവരുടെ കൂടെ നിന്ന് പിടിയാൻ തയ്യാറാണ്.
അതാണ് ഞങ്ങളുടെ മലബാറിന്റെ കരുത്ത്, ഞങ്ങളുടെ മുഖത്ത്. അതുകൊണ്ട് പിതാവിന് എല്ലാ ആശംസകളും, പിതാവിന്റെ ഓരോ കഴിവും പ്രാഗൽഭ്യവും അടുത്തൊന്നും ഞാൻ നല്ല പറയുന്നത് എനിക്ക് ധാരാളം ഉണ്ട് മനസ്സിൽ പറയാൻ. അതെന്തോ സമയമല്ല, അതെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇത്രയും ദൂരം ഇവിടെ വന്നു. ഞങ്ങളിത് ഈ കൺവൊക്കേഷൻ സെറമണിക്ക് ഡിഗ്രി നൽകി അനുഗ്രഹിച്ചു. ഒത്തിരി നന്ദി പറയുന്നു. പിതാവായിട്ടാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടക്കകാലം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ നാട്ടിലായിരുന്ന സമയത്താണ്. അപ്പം അതിൽ നിന്ന് ഇത്രയും പന്തലിച്ച് നിൽക്കും. യൂണിവേഴ്സിറ്റികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒക്കെ തിയോളജി കോഴ്സിനൊക്കെ അംഗീകാരം നേടിയെടുക്കുന്ന തലത്തിലേക്ക് വരെ എത്തി. വലിയ അഭിമാനാർഹമായൊരു നേട്ടമാണ്. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ആശംസകളും ഫ്രഷ് തിയോളജിൻസിനും നേരുന്നു. പിതാവിന് നല്ല ദിവസങ്ങളോട് ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട കവിരാജനും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. താങ്ക് യു പള്ളിയോട് ടീച്ചർ. ഞങ്ങളുടെ എല്ലാം വളരെ ശ്രേഷ്ഠനായ ഒരു ആത്മീയ ഗുരുവാണ്. നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തത് നമ്മുടെ കോൺഫറിംഗ് ഓഫ് ഡിഗ്രീസ് ആണ്. ഫസ്റ്റ് ജർമ്മനി. നമുക്കൊരു നല്ല കൈഡി കൊടുക്കാൻ എല്ലാ ഗ്രാജുവേറ്റ്സിനും.
സമയം ബിരുദധാരികൾക്ക് അഭിനന്ദനവും ആശംസകളും അറിയിക്കുന്നതിനായി സീറോ മലബാർ കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ സെക്രട്ടറി മിസ്റ്റർ അഗസ്റ്റിൻ മാളിയേക്കലിനെ സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോസഫ് പ്ലാമ്പാനി പിതാവെ, മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവെ, ആദിയനായ വൈദികരെ, ബഹുമാന്യരായ സിസ്റ്റേഴ്സ്, സന്നിഹിതരായ വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിന് ഏറെ സന്തോഷത്തിന്റെയും അഭിമാനത്തിന്റെയും ദിനമാണ്. ദൈവവചനം ആഴത്തിൽ പഠിക്കുകയും സഭയുടെ ശുശ്രൂഷയ്ക്കായി തങ്ങളെ തന്നെ ഒരുക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ബിരുദധാരികൾ അവരുടെ പഠനയാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ്. ഈ നേട്ടം വ്യക്തിപരമായ പരിശ്രമത്തിന്റെ ഫലം മാത്രമല്ല, ദൈവകൃപയും കുടുംബങ്ങളുടെ പിന്തുണയും അധ്യാപകരുടെ മാർഗനിർദ്ദേശങ്ങളും സമൂഹത്തിന്റെ പ്രാർത്ഥനകളും ചേർന്നുള്ള അനുഗ്രഹീതമായ ഫലമാണ്. ഇന്ന് അവർ സ്വീകരിക്കുന്ന ബിരുദം ഒരു അംഗീകാരം മാത്രമല്ല, സഭയോടും സമൂഹത്തോടും കൂടുതൽ ഉത്തരവാദിത്വത്തോടെ സേവനം ചെയ്യുവാനുള്ള ഒരു വിളിയുമാണ്. പ്രിയ ബിരുദധാരികളെ, നിങ്ങൾ നേടിയ അറിവും ആത്മീയ സമ്പത്തും ദൈവജനത്തിന്റെ നന്മയ്ക്കും സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിന്റെ ഉന്നമനത്തിനും സമർപ്പിക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ ഭാവി ശുശ്രൂഷകൾ സമർത്ഥമായ ഫലങ്ങൾ പുറപ്പെടുവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ കത്തോലിക്ക സമൂഹത്തിന് കൂടുതൽ അഭിമാനപരമായി ബിരുദധാരികൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടായതും എന്നതും ചരിത്രമാണ്. ഒപ്പം മറ്റു രാജ്യങ്ങളിൽ നിന്നും ബിരുദം നേടിയവർക്കും അഭിനന്ദനങ്ങൾ നേടുന്നതോടൊപ്പം സ്നേഹവും പ്രാർത്ഥന പിന്തുണയും നന്ദിയും അറിയിക്കുന്നതിന്റെ പ്രതീകമായി കാത്തലിക് കമ്മ്യൂണിറ്റിയുടെ ഒരു ചെറിയ സ്നേഹോപകാരം സമർപ്പിക്കുകയാണ്. ഇതിന്റെ മൂല്യം വസ്തുവിലയിലല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങളിലെ സ്നേഹത്തിലും ആശംസകളിലും ഉടമയാണ്. സ്നേഹോപകാരം സമർപ്പിക്കുന്നതിനായി തൈലച്ചിന്റെ അഭാവത്തിൽ മറ്റുള്ള കമ്മിറ്റിയിലുള്ള എല്ലാവരെയും തന്നെ ഞാൻ മുന്നോട്ട് വിളിക്കുകയാണ്. എല്ലാവരും കമ്മിറ്റിക്കാർ വരിക. അതുപോലെ തന്നെ ഒരേ ലൈനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് വന്ന് ആ സമ്മാനം സ്വീകരിക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇത്രയും എൻകറേജ് ചെയ്ത സ്റ്റീഫൻ പിതാവിന് സ്നേഹോപകാരം നമ്മളുടെ എല്ലാം പേരിലെ കോൺവെക്കൻസിന്റെ പേരിൽ നമ്മൾ ഇവിടെയുള്ള കൂടിയിരിക്കുന്നവരിൽ കൊടുക്കുന്നതിനായി ജോസഫ് പുതിയണം ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ ആൽഫയുടെ നെടുന്തൂണായ നമുക്ക് എപ്പോഴും എൻകറേജ് ചെയ്യുന്ന ഹിസ് എക്സലൻസ് മാർ ജോസഫ് പാമ്പാനി പിതാവിന് കൊടുക്കാൻ വേണ്ടി ജെയിംസ് ചിറപ്പുറത്ത് ഡോക്ടർ കവിയിൽ അച്ഛന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മിസ്റ്റർ ജോസ് അടിശ്ശേരിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മളുടെ
ഒരു മാർഗംകളിയാണ്, ട്രഡീഷണൽ ഫോക്ക് ഡാൻസ് ഓഫ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ കേരള. നമുക്ക് നല്ലൊരു അപ്ലോസോടി നമ്മുടെ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാം. ഒരു സ്വപ്നം ഉണ്ടായിരുന്നു ഒരു കോൺവെക്കേഷൻ സെറമണിയെ കുറിച്ച്. ഞങ്ങൾ വിചാരിച്ചത് ഇത് പോസ്റ്റിൽ ഒരു അഡ്രസ്സായിട്ട് വീട്ടിലെത്തുമെന്ന്. ഇതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ എന്നും കോർഡിനേറ്ററായി ഉണ്ടൽ പറഞ്ഞു, ഇതൊരു ഗംഭീര പരിപാടിയാക്കണം, നമുക്ക് നാട്ടിൽ പാഠാഭിമാനം കൊണ്ടുവരണം. അങ്ങനെ പിതാവിന്റെ നട്ട് വിളവഴിച്ച് പണിഞ്ഞ വർഷം നാട്ടിലും വിദേശത്തും ഫലങ്ങൾ പുറപ്പെടുവിക്കുമ്പോൾ ആ ഒരു കർഷകൻ ഉണ്ടാകുന്ന ചാരിതാർത്ഥത്തോടുകൂടിയാണ് പിതാവ് സന്നിഹിതനായിരിക്കുന്നത്. ഞങ്ങളുടെ ഷെയറിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരൊക്കെ ഏതാണ്ട് പ്രായപൂർത്തിയായി വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചധികം സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ പഠനത്തിന് മുതിർന്നത്. അത് കഴിഞ്ഞാണ് മനസ്സിലായത് 2023 നമ്മുടെ സഭയെ കുറിച്ച് അകത്തും പുറത്തു നിന്നും ശക്തമായ വെല്ലുവിളികളെ നേരിടുമ്പോൾ വിശ്വാസികൾ ഇന്ന് പിതാവ് സൂചിപ്പിച്ചതുപോലെ കുരയ്ക്കുന്ന പട്ടിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അന്യരെ കാണുമ്പോൾ പട്ടി കുരച്ചുകൊണ്ടേയിരിക്കും. പട്ടിയെ സ്നേഹം അറിയാവുന്നവരുടെ അടുത്ത് പട്ടി വാലാട്ടി നിൽക്കും. സഭയുടെ മഹത്വവും അതിന്റെ ചാരിതാർത്ഥ്യവും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ചരിത്രത്തെ കുറിച്ച് ആഴമായ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിക്ക് വിശ്വാസിയായിരിക്കാൻ സാധിക്കൂ. ആരാധനാക്രമത്തിന്റെ
കൂദാശകളുടെ അർത്ഥം വിശ്വാസികൾക്ക് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അത് പഠനത്തിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. പള്ളിയിൽ പോയി കുർബാന കൊണ്ടുകൊണ്ടോ മാത്രം നാം ഒരു വിശ്വാസിയാകുന്നില്ല. അതിന്റെ ആളുകളിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മളുടെ വിശ്വാസത്തിന്റെ പഠനങ്ങൾ ലോകമെമ്പാടും നാം വിശ്വസിക്കുന്ന സമൂഹത്തിൽ പടത്തുകൊണ്ടെത്തുവാൻ സാധിക്കണമെങ്കിൽ അതിനുള്ള അറിവ് വേണം. പട്ടി കുരയ്ക്കുമ്പോൾ മിണ്ടാതിരിക്കണം പറയണമെങ്കിൽ അതിനുള്ള ആധാരത്തോടു കൂടി സഭയുടെ മുമ്പിൽ തെളിവാതിരിക്കുന്നവർക്ക് വിശ്വാസത്തിന്റെ പേരിൽ തീഷ്ണത്തിന്റെ പേരിൽ നമ്മൾക്കുണ്ടാകുന്ന വെല്ലുവിളികളെ ചോദന ചെയ്യണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി പ്രാപ്തരാകും. നാം പഠിച്ച മണിക്കൂറുകളും നാം പഠിച്ച ചെലവുകളും നമ്മളുടെ സഭാഗാത്രത്തിന്റെ ഓരോ അടിത്തറയിലും പടുത്തുയർത്തുവാൻ നമ്മളെടുത്ത പ്രയത്നങ്ങളാണ് എന്ന് ഞാൻ അഭിമാനിക്കുന്നു. നിങ്ങളുടെ ഓരോ പഠിതാക്കളോടും ഞങ്ങൾ പറയാറുള്ളത് ഇത് തന്നെയാണ്. ഭാവിയിലും ഇനിയും സ്വിറ്റ്സർലൻഡിൽ നിന്നും യൂറോപ്പിൽ നാനാഭാഗത്തു നിന്നും സഭയെ സ്നേഹിക്കുന്ന, സഭയെ വളർത്തുന്ന, സഭയെ താലോലിക്കുന്ന മക്കൾ നമ്മൾക്കുണ്ടാകണം. പിന്നെ ഞങ്ങളുടെ പരീക്ഷയുടെ കാര്യം പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞങ്ങൾ വളരെ ക്വസ്റ്റ്യൻസ് തന്നു. ഞങ്ങൾ ഇതേക്കുറിച്ച് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ സഭാവിജ്ഞാനത്തിൽ ഒരു ചോദ്യമായിരുന്നു MS 49:4 സഭയെ കുറിച്ച് എടുത്തു പറയുന്നു. ഞങ്ങൾ അറിയാവുന്ന സഭാ പണ്ഡിതന്മാരോടും ഗാനഗുരുക്കന്മാരോടും ചോദിച്ചു, എന്താണ് ഈ MS 49:4 സഭയെ കുറിച്ച് പറയുന്നത് എന്താണ്? അവർ വളരെ ഡോക്യുമെന്റേഷൻ തിയോളജികളും വളരെ പഠനങ്ങൾ നടത്തി പറഞ്ഞു. സൂര്യത്തിരിക്കുന്ന യോസെ അറിയില്ല. അപ്പൊ ആൽഫക്കാര് പറഞ്ഞു, ക്വസ്റ്റ്യൻ ഞങ്ങൾ തരും, പക്ഷെ ആൻസർ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. ആൻസർ പറഞ്ഞിരുന്ന പരിപാടിയില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. അവസാനം ഞങ്ങൾ ആ ക്വസ്റ്റ്യൻ ഉപേക്ഷിച്ചു. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് നടപടി 9:4 എന്നുള്ളതായിരുന്നു ഇവർ MS എഴുതിയിരുന്നത്. അതിലൊന്ന് അച്ചടിപ്പിശാച്. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ ഞങ്ങളുടെ പഠനത്തിൽ ഉണ്ടായി. എനിവേ, ഇന്ന് ഇവിടെ കൂടി ഞങ്ങളെ അനുഗ്രഹ സംഗമമാക്കി നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ ഈ കൺവക്കേഷൻ സെമിനറിയെ അനുഗ്രഹ സംഗമമാക്കി ബഹുമാനിച്ച പിതാവ്, പ്രസിഡന്റായിരിക്കുന്ന കാവിലച്ചൻ, ബഹുമാനിച്ച സിസ്റ്റേഴ്സ്, പിന്നെ ഞങ്ങളുടെ പ്രിയങ്കരായ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദര സഹോദരന്മാരെ, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയോളജി പഠിക്കുവാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചത്. ജർമ്മനിയിൽ നഴ്സുമാരായി ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു വിദ്യാർത്ഥിയായി പഠനം ആരംഭിക്കുക എന്നതും തിയോളജി പഠിക്കുക എന്നതും വളരെ പ്രയാസകരമായിട്ടാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ദൈവകൃപയാലും ഞങ്ങളുടെ സന്യാസിനി സമൂഹത്തിന്റെ അനുവാദത്തോടെയും പ്രോത്സാഹനത്തോടെയും ഞങ്ങൾ തിയോളജി പഠനം ആരംഭിച്ചു. പഠനം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ചുകൂടി മുൻപേ അത് തുടങ്ങേണ്ടതായിരുന്നു എന്ന്. ദൈവകൃപയാൽ ഞങ്ങൾ ഒത്തിരി സമൂഹത്തിൽ എല്ലാവരും ഈ വിജയിച്ച് പഠിച്ചു, ആത്മാർത്ഥമായി പരിശ്രമിച്ചു, വിജയകരമായി പൂർത്തിയാക്കി. ഇന്ന് ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതിനായി നിങ്ങൾക്ക് എല്ലാ അവസരവും ഒരുക്കി തന്ന ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. വളരെ പ്രത്യേകമായി സാന്നിധ്യം കൊണ്ട് ഈ വേദിയെ അലങ്കരിക്കുന്ന നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന മാർ ജോസഫ് പമ്പ്രാനി പിതാവിനും ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട കവിയിൽ അച്ഛനും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ ദൈവശാസ്ത്ര പഠനം ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയും ജപമാല ഭക്തിയും ഭക്താനുഷ്ഠാനങ്ങളും ഞങ്ങളുടെ സമൂഹ കുടുംബ ബന്ധങ്ങളിലും പ്രേക്ഷിത രംഗങ്ങളിലുമെല്ലാം തിരിച്ചറിയ ദൈവത്തിന്റെ ആ കൂട്ടായ്മയും സ്നേഹവും ശാന്തിയും എല്ലാം അനുഭവിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ മാത്രം ഒരു വേറിട്ട അനുഭവമല്ല, ആൽഫയിൽ പഠിച്ച എല്ലാവരുടെയും പഠിക്കുന്നവരുടെയും എല്ലാം ഒരു അനുഭവമാണെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു. ഈ ആൽഫ നൽകുന്ന അവസരം ഇനിയും ഒത്തിരി പേർ പ്രയോജനപ്പെടുത്തുവാനും ദൈവാനുഗ്രഹത്തിന്റെ വഴികളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈശോയെ കുറച്ചുകൂടി സ്നേഹിക്കുവാൻ ഇടവരട്ടെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ശക്തനായവർ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാകുന്ന ഏറ്റുപാടിയ പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് നമുക്കും നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ദൈവശാസ്ത്ര പഠന പദ്ധതിയിൽ ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നല്ല ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നന്ദി. എത്രയും സ്നേഹ ബഹുമാനമുള്ള
ബിഷപ്പുമാരെ, വൈദികരെ, കൂട്ടുകാരെ, ആദ്യം ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതോടൊപ്പം ആൽഫായ്ക്കും പൗരാണി പിതാവിനും. പിന്നെ കവിതച്ചത്തെ ക്ലാസ് അറിഞ്ഞിട്ടില്ല, അത് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. 1991 ഞാൻ മുരുകരെ ധ്യാനത്തിന് പോയി. അന്ന് ഞാൻ ഓർത്തു, കഷ്ടം കുറേ കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പിന്നീട് 97 ഇവിടെ വിദ്യാഭ്യാസം പഠിക്കാനായിട്ട് ഞാൻ വന്നു. അത് പഠിച്ചു. അപ്പോഴും ഞാൻ നേരത്തെ പഠിക്കേണ്ടതായിരുന്നു എന്ന്. അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇത് വിശ്വാസത്തിന് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്, ഒരു തൊഴിലിന് വേണ്ടിയല്ല. തൊഴിലിന് ഞാൻ വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, പൈസ ഉണ്ടാക്കാൻ, അത് മതിയല്ലോ. അപ്പം ഇനി ബാക്കി പഠിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഞാൻ വിശ്വസിക്കുന്നത് എന്നതാണ് മനസ്സിലായി. ഇനിയിപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് MDH പഠിക്കുന്ന കാര്യം പലരും പറഞ്ഞത്, ഇത് ഫിലോമിനയാണ് പഠിക്കണം. ഞാൻ ചോദിച്ചു, ഞാൻ എന്തിനു പഠിക്കണം? അത് ചെറുപ്പക്കാരാണ് പഠിക്കുന്നത്, അങ്ങനെയല്ല ഫിലോമിന പഠിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഇതിലാണെന്ന് അറിയത്തില്ലല്ലോ, ചിലപ്പോൾ മനുഷ്യരോട് അങ്ങനെയും സംസാരിക്കാം. അങ്ങനെയാണ് ഞാൻ ആ കോഴ്സിന് നേരുന്നത്. ദൈവത്തിന് നന്ദി. അപ്പോഴും ഞാൻ ഇടക്കാലത്ത് ഇങ്ങനെ വല്ലപ്പോഴും യൂട്യൂബിൽ എന്തെങ്കിലും ക്ലാസ്സുകളോ എന്തെങ്കിലും കേൾക്കുമ്പോൾ ഈ പൗരാണി പിതാവിൻ്റെ പ്രസംഗം കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും, ഈ പിതാവിന് എവിടെ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത്? ഈ ജ്ഞാനത്തിൻ്റെ രഹസ്യം എന്താണ്? അപ്പോൾ പിതാവ് തന്നെ ഇന്ന് അതിൻ്റെ എല്ലാ ഉത്തരങ്ങളും കുർബാനയിലും ഇവിടെയും പറഞ്ഞു, ശിവപിതാവും പറഞ്ഞു, കവിതത്തിലും പറഞ്ഞു. ഇവിടെ ഓരോരുത്തരും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടി. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. പഠിച്ചത് നല്ല സപ്പോർട്ടോടെ, അതായത് ആൽഫായിലേക്ക് വിളിച്ച് ഏത് സമയത്തും നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കുവാനും അപ്പോഴപ്പോൾ അവർ റെഡിയായിരുന്നു എന്നുള്ള സത്യം, അത് നമ്മളെ ഉത്തേജിപ്പിക്കും. വീണ്ടും പഠിക്കുവാനും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി. നമുക്കൊരു നെഗറ്റീവ് ഉത്തരം കിട്ടുകയാണെങ്കിൽ ആ നെഗറ്റീവ് കഴിയുമ്പോൾ നമ്മൾ ഓർക്കും, ഇതിനാകെ തിരിക്കരുതായിരുന്നു. പക്ഷെ നേരെ തിരിച്ചാണ് നമ്മളെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആൽഫ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങാനായിട്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതാണ്. അത് ദൈവത്തിൻ്റെ പ്ലാനാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ സ്തുതി. അതാണ് എൻ്റെ ജീവിതത്തിലെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ടുള്ള അനുഭവം, എൻ്റെ MTH പഠനവുമായിട്ടുള്ള അനുഭവം. പിന്നെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. നമുക്കറിയാം, സമയം വേണം, നമ്മുടെ എല്ലാ സാഹചര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ പഠിക്കാനായിട്ട് മനസ്സുകൊണ്ട് റെഡി ആയാലേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് ദൈവം തന്നെ നമുക്ക് ശക്തി തരുന്നുണ്ട്. എൻ്റെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം എവിടെയെങ്കിലും ഞാൻ ടെലിഫോൺ വിളിക്കുമ്പോൾ പറയും, ഞാൻ തിയോളജി പഠിക്കുന്നുണ്ട്, നിങ്ങൾക്കും പഠിക്കാം, എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആൽഫായിലാന്ന് പറയും. അങ്ങനെയാണ് ഞാൻ ഇതിനൊരു പേർക്കും, അതായത് അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒറ്റ വാക്ക് അങ്ങനെ പറയുന്നു. അപ്പോൾ അവർ അഡ്രസ്സ് ചോദിക്കും, അപ്പോൾ ടെലിഫോൺ നമ്പർ ചോദിക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നു പലരും ചേർന്നിട്ടുണ്ട് യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിൽ നിന്നും. പിന്നെ ഒരിക്കൽ കൂടി എല്ലാത്തിനും നന്ദി പറയുന്നു. എന്നെ ഭയങ്കരമായിട്ട് നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സഹായിച്ച ഇരിപ്പുണ്ട് ജോസഫച്ചൻ പ്രത്യേകം നന്ദി പറയുന്നു. സ്റ്റെഫാൻ കമ്മൽപ്രച്ചൻ. ഒരു കുഞ്ഞു ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ആനയെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതൊരു പൊതിനെ എടുത്ത് കളയുന്നത് പോലെ സ്റ്റെഫാൻ കമ്മൽപ്രച്ചൻ എടുത്ത് കളയും. അത്രയും ജ്ഞാനം സ്റ്റെഫാൻ കമ്മൽപ്രച്ചനുണ്ട്. അച്ഛനും പ്രത്യേകം നന്ദി ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞതിന്. താങ്ക് യു ഓൾ. ദൈവത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരാളോട് വലിയൊരു നന്ദി കടപ്പാടും അറിയിക്കേണ്ടതുണ്ട്. അത് വേറെ ആരുമല്ല, ഞങ്ങളുടെ മെയിൻ കോർഡിനേറ്ററായ ഞങ്ങളുടെ നിർമ്മല വാളിപ്രാക്കിനോടാണ്. ഞങ്ങൾ 3 വർഷം മുമ്പ് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഫോർബ്രൈറ്റും ചെയ്യുകയും
ഞങ്ങളുടെ എല്ലാ പഠന കാര്യങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരെയും പേഴ്സണലിഹാരെ വിളിച്ച് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ച് പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് തീസിന്റെ കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകി ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾ കൈപിടിച്ച് അതിലേക്ക് നയിക്കുകയും ഇന്നത്തെ ദിവസം വളരെ മനോഹരമായി തീർക്കാനായിട്ട് വളരെ ആത്മാർത്ഥമായി ചുക്കാൻ പിടിച്ച് ഇന്നിവിടെ എത്തിച്ച നിർമ്മലയ്ക്ക് ഞങ്ങളുടെ എല്ലാ ബിരുദ നേടിയ എല്ലാവരുടെ പേരുള്ള സ്നേഹവും കടപ്പാടും നന്ദിയും അറിയിക്കുന്നു. നിർമ്മല പ്ലീസ് നിർമ്മലയ്ക്ക് ഒരു സമ്മാനം കൊടുക്കുന്നതിനായി ഷായി കാണിച്ച് വിളിക്കുന്നു. പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതായത് എൻ്റെ അനുഭവത്തില് ഈ കുട്ടി ഞാൻ കുറച്ച് വർഷം മുമ്പ് പാസ്സായതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അനുഭവിച്ച അനുഭവം എല്ലാവരും ഒന്ന് അനുഭവിക്കണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ എന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഒരു അക്കാദമിക് ഹീറോ എന്നപ്പോൾ ഇവരോട് പറഞ്ഞപ്പോൾ പിന്നെ സ്റ്റീഫൻ പിതാവ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തു. അതാണ് മെയിനായിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിൽ എക്സിക്യൂട്ട് ചെയ്തപ്പം അവരെല്ലാവരും പഠിക്കാമെന്ന് പറഞ്ഞു. അതാണ് മെയിൻ കാരണം. പിന്നെ എന്ന് വെച്ചാൽ കൂടെയുള്ള കൂട്ടുകാർ സ്പിരിച്വാലിറ്റി ഉള്ളവരാകുമ്പോൾ ഇറ്റ് ഈസ് വെരി ഈസി ടു വർക്ക്. പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഇപ്പോൾ എൻ്റെ കഴിവില്ല, എന്നിലുള്ള ദൈവകൃപയാണ് വർക്ക് ചെയ്തത് കേട്ടോ. താങ്ക് യു സോ മച്ച്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി വളരെ പേഷ്യൻസ് ആയിരിക്കും. താങ്ക് യു നിർമ്മല. സ്നേഹ ബഹുമാനപ്പെട്ട അഭിവന്യ പാമ്പ്രാനി പിതാവേ, സ്റ്റീഫൻ പിതാവേ, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, പ്രിയ സുഹൃത്തുക്കളെ, സഹപാഠികളെ, ഇന്ന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും സുദിനമാണ്. ഏതാണ്ട് 3 വർഷമായിട്ട് ഞങ്ങൾ ദൈവശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ വിജയാഘോഷം നടക്കുകയാണല്ലോ. സഭയെയും സഭാപിതാക്കന്മാരെ പറ്റിയും പാരമ്പര്യങ്ങളെയും ആരാധനാക്രമങ്ങളെ പറ്റിയും ആഴമായി പഠിക്കുമ്പോൾ കിട്ടിയ ഒരു അറിവ് മാത്രം പങ്കുവെച്ചതിന് ശേഷം ഞാൻ എത്തിച്ച് കടമ, അതായത് എല്ലാവർക്കും നന്ദി പറയാതെ ചടങ്ങിലേക്ക് കിടക്കുകയാണ്. ഞാനൊരു സീറോ മലബാർ സഭാംഗമാണ്. ഈ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഞാനൊരു റോമൻ കാത്തലിക് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നതും എൻ്റെ SSLC മുതൽ ഇപ്പോൾ വരെയുള്ള സകല ഡോക്യുമെൻറ്റ്സ് കിടക്കുന്നതും. എന്നാൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി സഭാത്മകമായ തന്മം ബോധ്യപ്പെട്ടു. അതായത് സീറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാണ്, അല്ലെങ്കിൽ ഇന്നിപ്പം പിതാവ് പതിന സന്ദേശത്ത് പറഞ്ഞ പോലെ ഈസ്റ്റ് സിറിയൻ കാത്തലിക്, പൗരസ്ത്യ സുഡാനി കാത്തലിക് എന്നാണ് പറയേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ നീട്ടുന്നില്ല. ക്രിസ്തുവിൽ ഞങ്ങളെല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചൊരു ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് ആരാധനയും സ്തുതിയും മഹത്വവും സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കടലിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ആഘോഷത്തിൽ ചീഫ് ഗസ്റ്റായ അഭിവന്യ പാമ്പ്രാനി പിതാവ്, തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തായും ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാൻസലറുമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ ഈ കോഴ്സ് തുടങ്ങിയപ്പോൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ് നയിക്കുന്നത് പിതാവായിരുന്നു. വളരെ ലളിതമായ ശൈലിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പിതാവ് ക്ലാസ് എടുത്തു. സഭയുടെ ആത്മീയ മുഖവും നമ്മുടെ സമൂഹത്തിൻ്റെ ധീരനായ ധേരാളിയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട പിതാവ്. ഏതു വസ്തുതയെക്കുറിച്ചും വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി വിലയിരുത്തി ദൈവോന്മുഖവും സഭോന്മുഖവുമായി പ്രവർത്തിക്കുന്ന കർമ്മശേഷിയും വിജ്ഞാന വൈഭവമുള്ള ആത്മീയ നേതാവാണ്. പ്രഘോഷിക്കുന്ന വിശ്വാസത്തെ പ്രവാചക ദൗത്യമായി കാണുന്ന വിശിഷ്ടമായ വ്യക്തിത്വമാണ് നമ്മുടെ പിതാവിൻ്റേത്. പത്രോസ്ലീഹ 1-ാം അധ്യായം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അധികാരത്തെ പരിപാലിക്കും, ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീഷ്ണതയോടെ ആയിരിക്കണം എന്നത് പിതാവിൻ്റെ ആയിട്ട് അന്വർത്ഥമാണ്. ഇന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ പിതാവ് കാണിച്ച സന്മനസ്സിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ നന്ദി. അടുത്ത നമ്മുടെ അപ്പോസ്തലൻ ബിസിസ്റ്റർ അഭിവന്യ സ്റ്റീഫൻ പിതാവ്. ചിതറിക്കിടക്കുന്ന അജഗണത്തെ ശേഖരിക്കുന്ന വിശിഷ്ട ദൗത്യമാണ് ചെറുപ്പുറത്ത് പിതാവിൻ്റേത്. അനുഗ്രഹീതമായ വിശുദ്ധ ബലികളിലൂടെയും ആത്മാർത്ഥമായ അർപ്പണഭക്തയുടെയും യൂറോപ്പിലെ സീറോ മലബാർ സഭയിൽ നിൽക്കുന്ന സ്റ്റീഫൻ പിതാവ് വളരെ ത്യാഗപൂർണമായ ശുശ്രൂഷയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ശുശ്രൂഷകൾ ചെയ്യുന്ന വ്യക്തികൾ ദൈവവിജ്ഞാനത്തിലും സഭാവിജ്ഞാനത്തിലും അറിവുള്ളവരാകണമെന്ന് തീഷ്ണതാപൂർവ്വം പിതാവ് ആഗ്രഹിക്കുന്നു. സ്വിറ്റ്സർലൻഡിൽ ആദ്യമായിട്ടാണ് കോൺവെക്കേഷൻ സെറമണി നടക്കുന്നത്. ഇതിനു മുമ്പ് റോമിൽ വെച്ച് നടത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അവിടെ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം മറ്റുള്ള രാജ്യങ്ങളിലും BTH കോഴ്സ് തുടങ്ങണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവ് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. പിതാവിൻ്റെ പ്രോത്സാഹനത്തിനും സഹകരണത്തിനും എല്ലാവരുടെയും പേരിൽ നിസ്സീമമായ നന്ദി. അടുത്തായി ബഹുമാനപ്പെട്ട ഫിലിപ്പ് കാവിലച്ചൻ. ഫിലിപ്പ് അച്ഛൻ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രസിഡന്റാണ്. ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടറാണ്. ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ പ്രേക്ഷിത വിലയ്ക്ക് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനൊരു പ്രസ്താവന ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ദൈവശാസ്ത്രം പഠിക്കുകയില്ലായിരുന്നു. ഇതിൽ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന അച്ഛന് എല്ലാവരുടെയും പേരിൽ സ്നേഹം നന്ദി. ഒപ്പം ആൽഫയിലെ മറ്റു സ്റ്റാഫിനും വാല്യുവേഷൻ ടീമിനും പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ കോഴ്സിൻ്റെ ആരംഭകാലത്ത് ക്ലാസ് എടുക്കുകയും ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട ടോം കൊരിക്കട്ട അച്ഛനും സിസ്റ്റർ ജിസി മരിയായിക്കും സിസ്റ്റർ റോസ്ലെറ്റിനും സെക്രട്ടറി മിഥുനും ആത്മാർത്ഥമായി നന്ദി. ബഹുമാനപ്പെട്ട തൈലച്ചനാണ്. സ്വിറ്റ്സർലൻഡ് സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ നാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു തൈലച്ചന്. തൻ്റെ പ്രായത്തെ അവഗണിക്ക് പ്രസന്ന വദനായി ഏത് സമയത്തും എല്ലായിടത്തും ഓടിയെത്തുന്നു. കൂടെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും നമുക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അച്ഛൻ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ സ്നേഹം നിറഞ്ഞു നന്ദി. ഇത് ബഹുമാനപ്പെട്ട ക്ലെമന്റ് അച്ഛൻ. യൂറോപ്പിലെ സീറോ മലബാർ സഭയുടെ കോർഡിനേറ്റർ ജനറൽ, കൂടെ സ്വിറ്റ്സർലൻഡിലെ സീറോ മലബാർ സഭയുടെ ഒഫീഷ്യൽ കോൺടാക്ട് പേഴ്സൺ എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ക്ലെമന്റ് അച്ഛൻ താൻ ഏറ്റെടുത്തിരിക്കുന്ന പുതിയ ഉത്തരവാദിത്തങ്ങൾ ആത്മാർത്ഥങ്ങളും ദൈവേഷ്ടപ്രകാരം ചെയ്യുവാൻ സശ്രദ്ധ ദൈവം പ്രാപ്തരാക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അച്ഛൻ്റെ സാന്നിധ്യത്തിനും സഹകരണത്തിനും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നതിനും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി. അടുത്തായി ബഹുമാനപ്പെട്ട ജോസ് പരീത്രച്ചൻ. ജോസ് ഇവിടെ വർക്ക് ചെയ്യുന്നതോടൊപ്പം ബാസിൽ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ചാർജ് വഹിക്കുന്നു. വിശ്വാസികളെ പ്രാർത്ഥനാ ചൈതന്യത്തിൽ വളർത്തുകയും ഈ കോഴ്സ് ഞങ്ങളെ പ്രോത്സാഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട അച്ഛന് എല്ലാവരുടെ പേരിൽ നിസ്സീമമായ നന്ദി. ഇത് ബഹുമാനപ്പെട്ട ജോസഫ് പരിപാടി വെച്ചാണ്. അച്ഛനിവിടെ വർക്ക് ചെയ്തതോടൊപ്പം ക്രോഡ്സിംഗ് യൂണിറ്റിലെ ചാർജ് വഹിക്കുന്നു. സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ ആഘോഷങ്ങൾക്ക് സജീവ സാന്നിധ്യം നൽകുകയും ഈ കോഴ്സിന്റെ പൂർത്തീകരണത്തിന് വിദഗ്ധ ഉപദേശങ്ങൾ നൽകുകയും ചെയ്തു. അച്ഛൻ ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ അകമഴഞ്ഞ നന്ദി. Lieber Pfarrer Stefan Kemmler, vielen herzlichen Dank für Ihre Anwesenheit und Ihre Unterstützung. എഗ് പാരിഷ് കമ്മിറ്റിയാണ് ഇന്നത്തെ ഈ ആഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്നതും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതും. അവരുടെ മഹാത്യാഗത്തിന് ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ ആത്മാർത്ഥമായ നന്ദി. ഊസ്റ്റർ പള്ളിയോടും അതിൻ്റെ അധികാരികളെയും നമുക്ക് മറക്കാൻ പാടില്ല. ഈ പള്ളിയും ഹാളും ഫ്രീ ആയിട്ട് നൽകി നമ്മുടെ ആവശ്യമായിട്ട് വിട്ടു തന്നത് ഈ പള്ളിയാണ്. ആ നല്ല മനസ്സിന് പ്രത്യേകം നന്ദിയുണ്ട്. ഇനി ഞങ്ങൾക്ക് നന്ദി പറയാനുള്ള കോർഡിനേറ്റർ ശ്രീമതി നിർമ്മല വാളിപ്ലാക്കിനോടാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ പ്രചോദനമാണ് നിർമ്മല. ഞങ്ങളോട് ഈ കോഴ്സിനെ പറ്റി പറയുകയും ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞ് മനസ്സിലാക്കുകയും സമയാസമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വിലപ്പെട്ട ഉപദേശം നൽകുകയും ചെയ്ത് നിർമ്മലയാണ്. ഈ കോഴ്സിന്റെ വിജയത്തിനായി അക്ഷീണം പരിശ്രമിക്കുക. നിർമ്മലയ്ക്ക് ഞാൻ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഈ ആഘോഷം വലിയ വിജയമാക്കാൻ അഹോരാത്രം കഷ്ടപ്പെട്ടവർ വളരെയുണ്ട്. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഡെക്കറേഷൻ ടീം, കലാപരിപാടികൾ നടത്തിയവർ, ഫുഡ് ആൻഡ് ലിറ്ററേച്ചർ കമ്മിറ്റി, മ്യൂസിക്, ഹോൾ ആൻഡ് സൗണ്ട് സിസ്റ്റം എന്നിവയിൽ ഉൾപ്പെട്ടവർ, ക്യാമറാമാൻ, നമ്മുടെ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളും യഥാസ്ഥിതിയും തന്നെ വളരെ വിശുദ്ധമായി എഴുതി വിശ്വാസിയുടെ മനസ്സിൽ എത്തിക്കുന്ന മീഡിയ പ്രവർത്തകർ, അയൽ രാജ്യങ്ങളിൽ നിന്ന് വന്ന സിസ്റ്റേഴ്സിനെ മഹാമനസ്കതയുടെ താമസ സൗകര്യം ഒരുക്കിയവർ എന്ന് വേണ്ട ചെറുതും വലുതുമായി ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ ആഘോഷം വിജയിപ്പിക്കുവാൻ സഹായിക്കുക എല്ലാവർക്കും ഞങ്ങൾ മോട്ടിവേറ്റ് ചെയ്യുവാനും പഠനകാര്യത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുവാനും സഹായിക്കുക ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, മക്കൾ എന്നിവർക്കും കൂടാതെ ഇന്നിവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തിയോളജിയിൽ BT ചെയ്ത 33 പേരുടെയും MT ചെയ്ത ഫിലോമിനയുടെ പേരും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ആത്മാർത്ഥമായി നന്ദി. നിത്യജീവനിലേക്ക് നോക്കി അത്യന്തമായ നീ
സാക്ഷിയായി വാഴുക പാപ്പ മൃത്യുവിൻ പാതയിൽ നീങ്ങുന്നവർക്ക് ഉത്തമ സാക്ഷിയായി വാഴുക പാപ്പ വിവാ 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 എൻ പാപ്പ വിവാ 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 എൻ പാപ്പ അർത്ഥമറിയാതെ ജീവിതങ്ങൾ അന്ത്യകാലങ്ങളിൽ വീണിടുമ്പോൾ കുറ്റപ്രതീക്ഷ പകർന്നുതന്ന് ഉത്തമ സാക്ഷിയായി വാഴുക പാപ്പ കുറ്റപ്രതീക്ഷ പകർന്നുതന്ന് ഉത്തമ സാക്ഷിയായി വാഴുക പാപ്പ വിവാ 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 എൻ പാപ്പ വിവാ 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 എൻ പാപ്പ ഒത്തിരിടക്കിയ പാമ്പുപോലെ കുത്തുവാക്കിന്മയടങ്ങിടുമ്പോൾ കർത്താവിലേക്കുള്ള പാത കാട്ടി ഉത്തമ സാക്ഷിയായി വാഴുക പാപ്പ കർത്താവിലേക്കുള്ള പാത കാട്ടി ഉത്തമ സാക്ഷിയായി വാഴുക